നമസ്കാരം. സക്കറിയ സംവിധാനം ചെയ്ത ഹലാൽ ലവ് സ്റ്റോറി OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്യപ്പെടുന്ന മൂന്നാമത്തെ സിനിമയാണ്. ഈ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനാണ് നമ്മളിപ്പോൾ ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. എൻ്റെ കൂടെ ഒരു പ്രത്യേക അതിഥിയുണ്ട്. അതിഥിയിലേക്ക് വരുന്നതിന് മുമ്പ് ഈ സിനിമയെക്കുറിച്ചും ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും സംവിധാനത്തെക്കുറിച്ചും ഒക്കെ ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. നിങ്ങൾക്കറിയാവുന്ന പോലെ സക്കറിയുടെ ആദ്യത്തെ സിനിമ സുഡാനി ഫ്രം നൈജീരിയ ആയിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അത് ഇറങ്ങി വളരെ നല്ല രീതിയിൽ സ്വീകരിക്കപ്പെട്ടു. നല്ല വിജയമാണ് ആ സിനിമ വരിച്ചത്. വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു സംവിധായകൻ എന്നുള്ള നിലയിൽ സക്കറിയുടെ രണ്ടാമത്തെ ചലച്ചിത്രത്തെ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ആകാംക്ഷയോടെയാണ് കാത്തിരുന്നത്. പക്ഷേ സക്കറിയുടെ ആദ്യത്തെ ചലച്ചിത്രത്തിന് സ്വീകാര്യത ലഭിച്ചു, അതൊരു സാമ്പത്തിക വിജയമായി മാറിയെങ്കിൽ കൂടി അദ്ദേഹത്തിന് ചില കോണുകളിൽ നിന്നും പ്രശംസയേക്കാൾ ഏറെ വലിയ നിശംസകളും വിമർശനങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്നു. അത് തത്വത്തിൽ സിനിമയായിട്ട് പ്രത്യക്ഷത്തിൽ ബന്ധമില്ലാത്ത കാര്യങ്ങളാണ്. നമുക്കറിയാം, സക്കറിയ മലപ്പുറം എന്ന് പറയുന്ന ഒരു ജില്ലയെ കേന്ദ്രീകരിച്ച് അതിലെ നിവാസികളായിട്ടുള്ള മുസ്ലിങ്ങളെ വെള്ളപൂശാൻ വേണ്ടി നിർമ്മിച്ച സിനിമയാണ്. അതോടൊപ്പം തന്നെ സക്കറിയയ്ക്കും മുഹസിൻ പരാരിക്കും അടക്കമുള്ള ആളുകളെക്കുറിച്ച് ഉണ്ടായ വളരെ വലിയൊരു ആരോപണം എന്ന് പറയുന്നത്, ഏതാണ്ട് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പൃഥ്വിരാജിനെ നായകനാക്കി ആഷിഖ് അബു സംവിധാനം ചെയ്യാനായിട്ട് അനൗൺസ് ചെയ്ത ഒരു ചിത്രം വാരിയും കുന്നൻ. ആ സിനിമയായിട്ട് ബന്ധപ്പെട്ട വിവാദ കോലാഹലങ്ങൾക്കിടയിൽ പ്രശസ്ത യുക്തിവാദിയായിട്ടുള്ള EA ജബ്ബാർ അടക്കമുള്ള ആളുകൾ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന അവരുടെ ആശയപ്രചാരണത്തിന് വേണ്ടി സിനിമ എന്ന മാധ്യമത്തെ ഉപയോഗിക്കാൻ തീരുമാനിച്ചു എന്നും, അത്തരത്തിൽ അവരെടുത്ത തീരുമാനത്തിൻ്റെ പുറത്ത് അവർ ഒരു പരീക്ഷണ ചിത്രം എന്നുള്ള നിലയിൽ ഇറക്കിയ ചിത്രമായിരുന്നു സുഡാനി ഫ്രം നൈജീരിയ എന്നുള്ള നിലയിൽ. ആ സിനിമയുടെ വിജയത്തെ തുടർന്ന് അങ്ങോട്ട് ഇവരുടെ ആശയങ്ങൾ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള പ്രൊപ്പഗാണ്ട സിനിമകൾ ജമാഅത്ത് ഇസ്ലാമിയുടെ നിലവറയിൽ ഒരുങ്ങുന്നു. അതിൻ്റെ മുന്നണി പോരാളികളാണ് ഈ സക്കറിയെ പോലുള്ള സംവിധായകർ എന്നൊക്കെയുള്ള നിലയിലുള്ള വളരെ വലിയ ഗൗരവപ്പെട്ട ആരോപണങ്ങളും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. ആരോപണങ്ങളുടെ നിജസ്ഥിതിയിൽ ഞങ്ങളതൊന്നും വിശ്വസിക്കുന്നില്ല. എങ്കിൽ പോലും ആ ഒരു അർത്ഥതലത്തിൽ അല്ലെങ്കിൽ ആ ഒരു പശ്ചാത്തലത്തിലൊക്കെ വേണം നമ്മൾ പുതിയ സിനിമയും കാണുവാനായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആദ്യത്തെ സിനിമയേക്കാൾ ഏറെ ശക്തമായ ഒരു രാഷ്ട്രീയ പ്രമേയം നമ്മളോട് സംസാരിക്കുന്ന ഒരു സിനിമയാണ് ഹലാൽ ലവ് സ്റ്റോറി. ആ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ നമ്മളോടൊപ്പം ഉള്ളത് പ്രശസ്ത എഴുത്തുകാരിയും അധ്യാപികയും അതുപോലെ തന്നെ സ്ത്രീപക്ഷ പരിസ്ഥിതി പ്രവർത്തകയുമായിട്ടുള്ള ശ്രീമതി മൈന ഉമൈബാനാണ്. അവർ മമ്പാട് MES കോളേജിലെ അധ്യാപിക കൂടിയാണ്. ഒരു സ്ത്രീപക്ഷ എഴുത്തുകാരിയെ നമുക്ക് ഈ ഒരു വിഷയം ചർച്ച ചെയ്യാനായിട്ട് കൊണ്ടുവരുന്നതിൽ ഒരു പ്രത്യേകതയുണ്ട്. കാരണം ഈ സിനിമയുടെ പ്രമേയ പരിസരത്ത് സംവിധായകൻ ഈ വിഷയങ്ങളെ പ്രശ്നവൽക്കരിക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ അത് ഏറെ പ്രാധാന്യം അർഹിക്കുന്നു. സോ നമസ്കാരം മൈന. നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരുമിച്ചിരുന്നാണ് ഈ സിനിമ കണ്ടത്. ഒരു കാര്യം പ്രത്യേകം പറയണം, എൻ്റെ വീട്ടിലാണ് മൈന എൻ്റെ വീട്ടിൽ വരാനൊരു കാരണമുണ്ട്. കാരണം എൻ്റെ ഭാര്യയുടെ ഏടത്തിയാണ് മൈന, ചേച്ചിയാണ്. അതുകൊണ്ടാണ് ഇന്ന് വീട്ടിൽ ഉള്ളത്. അപ്പോൾ അതും കൂടി ഞാൻ പ്രത്യേകം പറയുകയാണ്. അപ്പോൾ നമ്മൾ ഒരുമിച്ചിരുന്ന് സിനിമ കണ്ടു. ഒറ്റ വാക്കിൽ പറഞ്ഞ ഈ സിനിമയെക്കുറിച്ച് എന്താ അഭിപ്രായം? സിനിമ ഇഷ്ടപ്പെട്ടോ? സിനിമ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു. അതിനകത്തുള്ള ചില കാര്യങ്ങളോട് വിയോജിപ്പുകളുണ്ട്. എന്നിരുന്നാലും സിനിമ പൊതുവിൽ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം. അപ്പോൾ ഈ സിനിമ എനിക്ക് തോന്നുന്നു കുറേയധികം പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കുറേയധികം വിഷയങ്ങളെ പ്രശ്നവൽക്കരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം ഈ ഇതിൻ്റെ തലക്കെട്ട് സൂചിപ്പിക്കുന്ന പോലെ ഹലാൽ ലവ് സ്റ്റോറി. അതായത് വെദർ ദ ഫിലിം ഓർ ദ വേൾഡ് ഓഫ് ഫിലിംസ് ഈസ് ഹലാൽ എന്ന് വെച്ചാൽ, ഹലാൽ എന്ന് പറഞ്ഞാൽ അംഗീകരിക്കപ്പെട്ട് അല്ലെങ്കിൽ അനുവദിച്ചു കൊടുക്കപ്പെട്ടതാണോ. അപ്പോൾ ഇസ്ലാമിനെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചോളം സിനിമ ഹറാമാണ്, അല്ലെങ്കിൽ കലാരൂപങ്ങളൊക്കെ പൊതുവിൽ ഹറാമാണെന്ന് വിശ്വസിക്കുന്ന ഒരു ജനസമൂഹമാണ്. അങ്ങനെ അല്ല എന്ന് വാദിക്കുന്ന വളരെ ശക്തമായിട്ടുള്ള മറ്റൊരു ധാര ഇസ്ലാമിനകത്തുണ്ട്. സൂഫീസ് അടക്കമുള്ള നമ്മുടെ മലയാളക്കരയിലൊക്കെ ഉണ്ടത്. അതുപോലെ വൈരുദ്ധ്യം എന്ന് പറയട്ടെ, മലയാള സിനിമാ ലോകത്തും ഇന്ത്യൻ സിനിമാ ലോകത്തും ഒക്കെ മുസ്ലിങ്ങളുടെ സാന്നിധ്യം അത് നടനത്തിലാവട്ടെ അതിൻ്റെ അണിയറയിലാവട്ടെ സാമാന്യം നന്നായിട്ട് തന്നെയൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും താത്വികമായിട്ട് അല്ലെങ്കിൽ പ്രമാണപരമായിട്ട് ഇസ്ലാം സിനിമയെ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് ഇവിടുത്തെ പുരോഹിതന്മാരൊക്കെ നമ്മൾ ഉറച്ചു പറയുന്ന കാര്യമാണ്. അപ്പോൾ ഈ ഒരു അർത്ഥത്തിൽ പ്രത്യേകിച്ചും ഈ കേരളത്തിൻ്റെ മുഖ്യധാര ഇസ്ലാമിക ഗ്രൂപ്പ് എന്ന് വിളിക്കാവുന്ന ഒരു ഗ്രൂപ്പല്ല ഇവിടുത്തെ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നത്. ഈ ജമാഅത്ത് ഇസ്ലാമി എന്ന സംഘടനയാണ് സിനിമയിൽ കാണിക്കുന്നത്. ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന താത്വികമായിട്ട് പ്രമാണപരമായിട്ട് വലിയ ശക്തിയുള്ള തരത്തിൽ പ്രമാണങ്ങളെ മുറുകെ പിടിക്കുന്നവരാണ്. അവർ മൗദൂദിസ്റ്റുകളാണ്, അല്ലെങ്കിൽ അവർ കുറേ കൂടി ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവരാണ് എന്നൊക്കെയുള്ള വായനയാണ് പൊതുവിലുള്ളത്. അപ്പോൾ അവരുടെ ഇടയിൽ നിന്നുള്ള ഒരു പറ്റം അല്ലെങ്കിൽ ആ സംഘടനയിൽ അംഗമായിട്ടുള്ള ഒരു രണ്ട് സിനിമ എന്തൂസിയാസ്റ്റുകൾ അല്ലെങ്കിൽ രണ്ട് സിനിമാ തൽപരരായിട്ടുള്ള ചെറുപ്പക്കാരുടെ ഈ ഇസ്ലാം അനുവദിച്ച് തരുന്ന ഫ്രെയിംവർക്ക് എന്ന് അവർ വിശ്വസിക്കുന്ന ആ ചട്ടക്കൂടിനകത്ത് നിന്ന് സിനിമ എടുക്കാമോ എന്നുള്ളൊരു അന്വേഷണമാണ് സിനിമയുടെ ഒരു പ്രധാന പ്രമേയ പരിസരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ അർത്ഥത്തിൽ പ്രത്യേകിച്ചും
നമ്മൾ രണ്ടുപേരും, അപ്പം ഞാൻ ഇപ്പോൾ മതവിശ്വാസി അല്ലെങ്കിൽ ഒരു മുസ്ലിം ജീവിത പരിസരത്ത് ജീവിച്ച് വളർന്ന ഒരാളാണ്. മൈന ഒരു വിശ്വാസിയായിട്ടുള്ള മുസ്ലിമാണ്. പക്ഷേ എങ്കിൽ പോലും അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വലിയ സ്ത്രീ എന്നുള്ള നിലയിൽ കർത്തൃത്വവും സ്വാതന്ത്ര്യവും ഒക്കെ അസേർട്ട് ചെയ്യുന്ന, അങ്ങനെ സ്വന്തം ജീവിതം നയിക്കുന്ന ആളാണ്. ഈ അർത്ഥത്തിൽ ഈ അന്വേഷണത്തെ എങ്ങനെ കാണുന്നു? ഈ ചെറുപ്പക്കാരുടെ അന്വേഷണത്തിൽ അവരോടൊപ്പമാണോ മൈന, അതോ പ്രമാണപരമായിട്ട് പൗരോഹിത്യത്തിന് ഒപ്പമാണോ? സ്വാഭാവികമായിട്ടും ചെറുപ്പക്കാരോടൊപ്പമായിരിക്കും. ആണെങ്കിൽ എന്തുകൊണ്ട് എന്നുള്ള രീതിയിൽ ചില കാര്യങ്ങൾ പറയാം. ഒരു കാര്യം ആദ്യം തിരുത്തണം. എന്താ വെച്ച് കഴിഞ്ഞാൽ വിശ്വാസിയായ മുസ്ലിം ആണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് തന്നെ സംശയമുണ്ട്. കാരണം എനിക്ക് എൻ്റെതായ വിശ്വാസങ്ങളുള്ള ആളാണ്. ആ അർത്ഥത്തിൽ അത് ഏത് വിശ്വാസം എന്ന് പറയുന്നതിനേക്കാൾ എൻ്റെതായ വിശ്വാസത്തിൽ ചിന്തകളിൽ ജീവിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് ഒരു പക്ഷേ പൊതുസമൂഹം നോക്കുന്ന ഒരു വിശ്വാസിയായ ആളായിരിക്കില്ല ഞാൻ. ഈ സിനിമയെപ്പറ്റി എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീവ്ര മതവിശ്വാസവും കലയും തമ്മിലുള്ള ഒരു സംഘർഷമാണ് സിനിമ എന്നാണ് തോന്നിയത്. അപ്പം കല ഉള്ളിലുണ്ട്, പക്ഷേ മതവിശ്വാസം പുലർത്തിപ്പോരണം. അതൊരു സമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. അപ്പം ഇതിൽ വ്യക്തിയല്ല പ്രധാനമായിട്ട്, എല്ലാം പ്രസ്ഥാനത്തിന് കൊടുക്കുകയാണ്. ഏതാണ്ട് അവസാനിക്കുന്ന സമയത്ത് പോലും കെട്ടിപ്പിടിക്കുന്നതിനെ സംബന്ധിച്ച് വരുന്ന ഒരു ചർച്ചയിൽ പോലും ഭാര്യയും ഭർത്താവും അഭിനയിക്കുന്നു. ഭാര്യയും ഭർത്താവുമായിട്ട് തന്നെ അഭിനയിക്കാനുള്ള ഒരു കോംപ്രമൈസിലേക്ക് എത്തുന്നത് തന്നെ ഇത്തരമുള്ള ഒരു വിശ്വാസത്തിനെ ഹനിച്ചാലോ എന്ന് പേടിച്ചിട്ടാണ്. അല്ലെങ്കിൽ ഒരു ജനസമ്മതി, സമൂഹത്തിൻ്റെ ഒരു ജനസമ്മതി, അവർ നിലനിൽക്കുന്ന സമൂഹത്തിൻ്റെ ഒരു ജനസമ്മതി കിട്ടുക എന്നുള്ള നിലയിലാണ്. പക്ഷെ എന്നിട്ട് പോലും അതിനകത്ത് ഒരു വൈകാരിക പ്രകടനത്തിന് പോലും തയ്യാറാകാതിരിക്കുന്നു എന്ന് പറയുന്നതും, കലയ്ക്ക് വേണ്ടി എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ഇവിടെ കല പോലും മതത്തിന് വേണ്ടി എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നാണ് തോന്നുന്നത്. ഞാൻ ഇതിനെക്കുറിച്ച് എൻ്റെ നിരീക്ഷണങ്ങൾ പങ്കുവയ്ക്കാം. ഈ സിനിമ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ടും സംവിധായകൻ ഇതിനകത്ത് നമ്മളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഈ സംവിധായകൻ സക്കറിയയ്ക്കും അതുപോലെ തന്നെ മുഹ്സിനും ഒക്കെ ചെറുകഥാകൃത്തായിട്ടുള്ള കോ റിട്ടൺ ആണത്. മുഹ്സിനോടൊപ്പം സംവിധായകൻ സക്കറിയയും രചനയിൽ പങ്കാളിയാണ്. അപ്പോൾ ഇവർക്കൊക്കെ എതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണം എന്ന് വെച്ചാൽ ഇസ്ലാമിക പ്രൊപ്പഗാൻഡയുടെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ജിഹാദി ഫിൽം മേക്കേഴ്സ് എന്നൊക്കെ വിളിക്കപ്പെടുന്ന ഇവർക്ക് നേരെ പൊതുസമൂഹത്തിൻ്റെ എന്ന് പറയുന്നില്ല എങ്കിൽ പോലും ചില വർഗീയ കോണുകളിൽ നിന്ന് വരുന്ന ആരോപണത്തെ ഇവർ എൻഗേജ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഇവിടെ. അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമി എന്ന സംഘടനയ്ക്ക് അകത്ത് നിന്നുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമിയെ പോലുള്ള വളരെ പ്രാമാണിക ഇസ്ലാമിനെ മുറുകെ പിടിക്കാൻ ശ്രമിക്കുന്ന, ഇസ്ലാമിക് തിയോക്രസിക്ക് വേണ്ടി വാദിക്കുന്ന ഒരു സംഘടനയുടെ അകത്ത് നിന്ന് ഉള്ള ചില മുറവിളികൾ ആധുനികതയിലേക്ക് കുറേയൊക്കെ സമരസപ്പെടുവാനും അത്തരത്തിൽ ആധുനികതയെ കൂടി ഉൾച്ചേർത്തുകൊണ്ടുള്ള ഒരു സാമൂഹ്യ ജീവിതം നമ്മൾക്ക് കൂടി ആവശ്യമാണ് എന്നുള്ള തരത്തിലുള്ള ഒരു ചെറിയ എന്താ പറയുന്നത് ഒരു കാഹളം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില ആവശ്യങ്ങൾ ഉന്നയിക്കപ്പെടുന്നു. ഇത് രണ്ടുമാണ് ഈ സിനിമയിൽ എന്താ പറയുന്നത് ഈ സംവിധായകൻ നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം. ഇത് രണ്ടിനെയും, ഈ രണ്ട് ഇഷ്യൂസിനെ, ഈ രണ്ട് ചോദ്യങ്ങളെയും വിശാലാർത്ഥത്തിൽ സംവിധായകൻ എൻഗേജ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതോടൊപ്പം മൈന കൂടെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ പ്രത്യേകിച്ചും ഈ സംഭാഷണം എനിക്ക് മൈനയോടൊപ്പം നടത്തണമെന്ന് തോന്നാനൊരു പ്രധാന കാരണം ഈ സിനിമ പ്രമേയ പരിസരത്ത് പ്രശ്നവൽക്കരിക്കാൻ ശ്രമിക്കുന്ന ഒരു സ്ത്രീപക്ഷ ചിന്തയുടെ ഒരു കാര്യമാണ്. ഇപ്പം നമ്മളിവിടെ കാണുന്നത്, ഞാനൊരു കാര്യം പ്രത്യേകം പ്രേക്ഷകരോട് പറയാം, സ്പോയിലർ അലേർട്ട് എന്ന് ഞാൻ പ്രത്യേകം പറയുകയാണ്. കാരണം വെച്ചാൽ ഞങ്ങളൊരു സംഭാഷണത്തിലെ ചില കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ അതുകൊണ്ട് സിനിമ ഇനിയും കാണാൻ ആഗ്രഹിക്കാത്തവർക്ക് അത് പക്ഷേ സ്പോയിലറായിട്ട് അനുഭവപ്പെട്ടേക്കാം. ദാറ്റ്സ് ഇറ്റ്. അതായത് നമ്മുടെ സിനിമയിൽ പ്രധാന കഥാപാത്രം അല്ലെങ്കിൽ നായകന്മാർ എന്ന് പറയാവുന്ന ഒരു കപ്പിളാണ്. ഇത് ഇന്ദ്രജിത്തിൻ്റെ കഥാപാത്രമായിട്ട് ഷെരീഫും അതുപോലെ തന്നെ മരിയ ഗ്രേസ് ആൻ്റണി, അതുപോലെ തന്നെ ഗ്രേസ് ആൻ്റണി അവതരിപ്പിക്കുന്ന സുഹറ എന്ന കഥാപാത്രം. അപ്പോൾ നമ്മൾ സിനിമയിലെ ആദ്യ രംഗങ്ങളിലൊക്കെ ഷെരീഫ് ഒരു സ്വയം പ്രഖ്യാപിത കലാകാരനാണ്. പക്ഷെ സിനിമ എന്ന് പറയുന്ന ഒരു സങ്കേതം അവരുടെ ജീവിതത്തിലേക്ക് എത്തുന്നതോടുകൂടി യഥാർത്ഥത്തിൽ സുഹറ എന്ന കഥാപാത്രത്തിൻ്റെ ഉള്ളിലെ കലാകാരി അല്ലെങ്കിൽ പ്രതിഭ പുറത്തു വരുന്നു. അവളിലെ സ്ത്രീയിലെ കർത്തൃത്വം ആധുനികത എന്ന സിനിമാ പരിസരത്തിലൂടെ അവൾ അസേർട്ട് ചെയ്യുന്നു. അത് അവരുടെ ബന്ധങ്ങളെ ഉടച്ചു വാർക്കുന്നു. അപ്പോൾ ഈ സുഹറയുടെ കഥാപാത്രത്തിലൂടെ പ്രത്യേകിച്ച് ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ഇത്തരം കാര്യങ്ങളെ എങ്ങനെ നോക്കിക്കാണുന്നു? സുഹറ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഇതിനകത്ത് വരുന്നത് ഭാര്യയും ഭർത്താവുമാണ്. അതിൽ
അവൻ്റെ ഒപ്പം എന്തിനും നിൽക്കുന്ന, അവൻ നിർബന്ധമായിട്ട് ഭാര്യ ചെയ്യേണ്ട കടമയാണെന്ന് പറഞ്ഞുകൊണ്ട് വളരെ സോപ്പിട്ട് ആണ് അവളെ സിനിമയിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞ സമയത്ത് അവള് അവൻ പറഞ്ഞത് കേൾക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രസ്ഥാനത്തിൽ നിന്നുള്ളവർ പോലും വിളിച്ചു പറയുമ്പോഴാണ്, അപ്പം ഭാര്യയായിട്ട് അഭിനയിച്ചാൽ മതി എന്ന് പറയുന്ന ഒരു വാക്കുണ്ട് അതിനകത്ത് ഉപയോഗിക്കുന്നത്. ആ സമയത്ത് അവൾ തിരിച്ചു ചോദിക്കുന്ന അല്ലെങ്കിലും ഭാര്യയായി അഭിനയിക്കുകയല്ലേ എന്നാണ് തിരിച്ചു ചോദിക്കുന്നത്. വളരെ കുറുക്കി കൊള്ളുന്ന ഒരു ചോദ്യം. അതിനുശേഷം പ്രസ്ഥാനം ആവശ്യപ്പെട്ടത് പ്രകാരം, ഭർത്താവോ അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നതിനേക്കാൾ ഏറെ പ്രസ്ഥാനം ആവശ്യപ്പെട്ടത് പ്രകാരം അവള് അഭിനയിക്കാൻ തയ്യാറാവുന്നു. ഇന്ദ്രജിത്തിന്റെ കഥാപാത്രമായിട്ടുള്ള ഷെരീഫ് വലിയ അഭിനേതാവാണെന്ന് ധരിക്കുകയും, എന്നാൽ സുഹറ ഒരുപാട് പടി മുന്നോട്ട് കടന്നു പോകുന്നതുമാണ് സിനിമയിൽ കാണുന്നത്. മാത്രമല്ല അവള് സിനിമയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നു, അഭിനയിക്കാനുള്ള ഒരു അവസരം കിട്ടിയപ്പോൾ തയ്യാറെടുക്കുന്നതിന് വേണ്ടി അവള് ലൈബ്രറിയിൽ പോയി ഒരു പുസ്തകം റെഫർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനമാണ്. സിനിമയിൽ അത് വളരെ പ്രത്യേകമായിട്ട് എടുത്തു കാണിക്കുന്നുണ്ട്. അപ്പം ഒരവസരം കിട്ടുന്ന സമയത്ത് സ്ത്രീ വളരെ മുന്നോട്ട് വരുന്ന ഒരു കാഴ്ച. അപ്പൊ എത്രമാത്രം സ്ത്രീകൾ ഇങ്ങനെ ഒരു തങ്ങളുടെ ഉള്ളിലെ കലയെ അടക്കി ഒതുക്കി വെച്ചുകൊണ്ടിരിക്കുന്നു, അതിനൊരവസരം കിട്ടിയാൽ അവരെത്രമാത്രം നന്നാവും എന്നുള്ളതിന്റെ വളരെ കൃത്യമായിട്ട് കാണിച്ചു തരുന്നുണ്ട് ഈ സിനിമ. മൈന ചൂണ്ടിക്കാണിച്ച ആ കാര്യങ്ങൾ, അതായത് ഈ സുഹറയുടെ കഥാപാത്രം വളരെ ആകസ്മികമായിട്ടാണ് സിനിമയിലേക്ക് വരുന്നത്. ഈ സിനിമയ്ക്കുള്ളിൽ ഒരു സിനിമയുണ്ട്. വാസ്തവത്തിൽ സിനിമയ്ക്കുള്ളിൽ സിനിമയല്ല, സിനിമയ്ക്കുള്ളിൽ ജീവിതം എന്ന് പറയുന്ന ഒരു പരീക്ഷണമാണ് ഇതിനകത്ത് സംവിധാനം നടത്തുന്നത്. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു ആദ്യം സിനിമയുടെ ആദ്യ രംഗങ്ങൾ, സിനിമയ്ക്കകത്തുള്ള സിനിമയുടെ ആദ്യ രംഗങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ സംവിധായകൻ നിരാശനാവുന്നു. പിന്നീട് ഒരു ട്രെയിനറെ കൊണ്ടുവന്ന് 2 ദിവസത്തെ ഒരു വർക്ക്ഷോപ്പ് നടത്തി അതിനുശേഷം കൊള്ളാവുന്ന, അതിൽ ആക്ടിങ് എന്ന് പറയുന്ന കലയിൽ എന്തെങ്കിലും താല്പര്യമോ വാസനയോ ഉള്ളവരെ തിരഞ്ഞെടുക്കുന്നു. അങ്ങനെ തിരഞ്ഞെടുക്കുന്നവരുടെ കൂട്ടത്തിൽ ആദ്യത്തെ സ്ഥാനം ലഭിക്കുന്നത് സുഹറയ്ക്കാണ്. പക്ഷേ കൗതുകരം എന്ന് പറയട്ടെ, ഇതിനകത്ത് ഷെരീഫിന് സ്ഥാനം ലഭിക്കുന്നില്ല. ഷെരീഫ് പിന്തള്ളപ്പെടുകയാണ്. പക്ഷെ സുഹറയുടെ ഭർത്താവായതുകൊണ്ടും സുഹറ ഭർത്താവിനൊപ്പമേ അഭിനയിക്കുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് മാത്രം സുഹറയുടെ ഔദാര്യത്തിലാണ് ഷെരീഫ് ഈ സിനിമയിലേക്ക് കയറി പറ്റുന്നത്. അതുപോലെ മൈന ചൂണ്ടിക്കാണിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഈ ഷെരീഫ് എന്നൊക്കെ പറയുന്നത് സ്വയം ഇങ്ങനെ താനൊരു നടനാണെന്ന് അല്ലെങ്കിൽ താനൊരു കലാകാരനാണെന്നൊക്കെ ഉള്ളൊരു മൂഢവിശ്വാസത്തിൽ ജീവിക്കുന്ന ആളാണ്. പക്ഷെ പ്രതിഭയുണ്ടെങ്കിൽ പോലും കേവലം പ്രതിഭയിൽ മാത്രം അവൾ ഊന്നാൻ ശ്രമിക്കുന്നില്ല. ഈ പ്രതിഭയോടൊപ്പം തന്നെ പരിശീലനത്തിൻ്റെ ഒരുപക്ഷെ അതിൻ്റെ ഒരു പ്രസക്തി മനസ്സിലാക്കിയിട്ടാവാം അവർ ആൻ ആക്ടർ പ്രിപ്പേഴ്സ് എന്ന് പറയുന്ന വിശദമായിട്ടുള്ള ഒരു ഗ്രന്ഥം വാങ്ങിച്ചുകൊണ്ട് വരികയും, അപ്പോൾ അതുപോലൊരു ഇംഗ്ലീഷ് പുസ്തകമൊക്കെ വായിച്ച് മനസ്സിലാക്കാൻ ശേഷിയുള്ള വിദ്യാഭ്യാസമുള്ള ഒരു സ്ത്രീ കൂടിയാണ് സുഹറ. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി, അപ്പോൾ ഇതൊക്കെ നമ്മൾ അനാവരണം ചെയ്യപ്പെടുന്നത് അതിലൂടെയാണ്. ഇവിടെ സിനിമ എന്ന് പറയുന്ന ഒരു മെറ്റഫറാണ്, ശരിക്കും പറയാം ആധുനികതയുടെ, മൊഡേണിറ്റിയുടെ ഒരു മെറ്റഫറായിട്ടാണ്. അപ്പോൾ മൊഡേണിറ്റി ഒരു സ്ത്രീയിലേക്ക് അല്ലെങ്കിൽ സ്ത്രീയുടെ ജീവിത പരിസരത്തേക്ക് എത്തപ്പെടുമ്പോൾ വളരെ ജൈവികമായിട്ട് തന്നെ അവളിലെ പ്രതിഭകളും അവളുടെ ചോദനകളും അതുപോലെ അവളുടെ കർത്തൃത്വവും അവളുടെ ആർജവവും പുരുഷാധിപത്യത്തോട് കലഹിക്കാനുള്ള അവളിലെ എന്താ പറയുക, ചുരുക്കി പറഞ്ഞാൽ അവളുടെ ഫെമിനിസ്റ്റൊക്കെ പുറത്തു വരികയാണ്. അതെ, അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടതാണ്, അവള് ഈ അഭിനയത്തിലേക്ക് വരുന്നു, ഇതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും അതോടൊപ്പം തന്നെ അവള് കുടുംബത്തിനകത്ത് തന്നെ നിൽക്കുന്നുണ്ട്. ഷെരീഫിനില്ലാത്ത ഉത്തരവാദിത്തങ്ങൾ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ, അമ്മ എന്നുള്ള നിലയിലുള്ള കടമ പല പ്രാവശ്യം സിനിമയിൽ കാണിക്കുന്നുണ്ട്. കിടക്കാൻ സമയമാകുന്ന സമയത്ത് ഷെരീഫ് ഒരു പുസ്തകമെടുത്ത് നിവർത്തുകയും അതിനകത്ത് ഓരോരുത്തരോടും ചെയ്ത കടമകൾ നിർവഹിച്ചോ എന്നുള്ള ആ ചോദ്യങ്ങൾ ചോദിക്കുകയും എന്നിട്ടാണ് ആ പുസ്തകം മടക്കി വെച്ചിട്ടാണ്, അത് എന്താണെന്ന് പറയുന്നില്ല എങ്കിൽ പോലും ഓരോരുത്തരോടുമുള്ള കടമ നിർവഹിച്ചോ എന്നുള്ള ആ ചോദ്യങ്ങൾ നോക്കിയതിന് ശേഷമാണ് ഷെരീഫ് കിടക്കുന്നത്. അതേസമയം യഥാർത്ഥ ജീവിതത്തിൽ സുഹറ ചെയ്യുന്നത് ഒരു വശത്ത് അഭിനയിക്കുന്നതിന്റെ ഇടയ്ക്ക് ഓടി വന്ന് മക്കൾക്ക്, സ്കൂൾ വിട്ട് വരുന്ന മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ സുഹറ തന്നെ വേണ്ടി വരുന്നു എന്ന് പറയുന്ന ഒരവസ്ഥ കൂടി അതിനകത്ത് വളരെ വ്യക്തമായിട്ട് ഒരു സ്ത്രീയുടെ ഏത് ആധുനികത പറയുമ്പോഴും എത്രമാത്രം ഉയരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴും സ്ത്രീ അപ്പോഴും അടുക്കളയിലോ മറ്റെവിടെയോ ആണ് തളയ്ക്കപ്പെട്ടിരിക്കുന്നത് എന്നുകൂടിയുള്ള സൂചന സിനിമയിൽ വളരെ സൂക്ഷ്മമായിട്ട് തന്നെ ചില ഷോട്ടുകളിലൂടെ കാണിച്ചു തരുന്നുണ്ട് എന്നുള്ളത് കൂടെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ മറ്റൊരർത്ഥത്തിൽ ഈ സിനിമയ്ക്കുള്ളിലെ സിനിമ, ആ സിനിമയുടെ തിരക്കഥാകൃത്ത് എന്ന് പറയുന്നത്
ഷറഫുദ്ദീൻ്റെ കഥാപാത്രമാണ്. ആ ഷറഫുദ്ദീൻ്റെ കഥാപാത്രം കൊണ്ടുവരുന്ന ഈ സിനിമയുടെ തലക്കെട്ട് എന്ന് പറയുന്നത് തന്നെ അതൊരു ഇസ്ലാമിക സിനിമയാണ്. മൂന്നാമതും ഉമ്മ എന്നാണ് ആ സിനിമയുടെ പേര്. അത് ജോജുവിന്റെ കഥാപാത്രം സിറാജ്, അദ്ദേഹം വളരെ റാഡിക്കലൈസ്ഡ് ആയിട്ടുള്ള ഒരു മുസ്ലിമാണ്. അപ്പോൾ എന്നെ പോലെ ഒരു മുസ്ലിമാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം പേരുകൊണ്ടും അല്ലെങ്കിൽ സാംസ്കാരിക സ്വത്വം എന്നുള്ള നിലയിൽ മാത്രം ഒരു മുസൽമാനായ ഒരാളാണ്. അദ്ദേഹത്തിനെ സഹായിക്കും ചിരി വരികയാണ്. അപ്പോൾ എന്താണ് ഈ മൂന്നാമതും ഉമ്മ എന്ന് ചോദിക്കുമ്പോൾ തന്നെ ഒരു ഹദീസ് കോട്ട് ചെയ്യാണ്. അപ്പോൾ നബിയോട് ഒരിക്കൽ ഒരു സഹാബി ചോദിച്ചു, എന്താണ് എനിക്ക് സ്വർഗം കിട്ടാൻ വേണ്ടി? നമ്മൾ കേട്ടുള്ള ഹദീസാണ്. പ്രത്യക്ഷത്തിലുള്ള കടമ എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ കടമയും രണ്ടാമത്തെ കടമയും മൂന്നാമത്തെ കടമയും ഉമ്മയെ പരിപാലിക്കുക. ഇവിടെയാണ് ഈ സിനിമയുടെ ഒരു എന്താ പറയുന്നത് ഒരു ആംബിഗ്വിറ്റി എന്നൊക്കെ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാമതും ഉമ്മ എന്ന് പറയുന്ന ഈ തലക്കെട്ടിന് നിദാനമായിട്ടുള്ള ഹദീസ് പലപ്പോഴും ഇസ്ലാമിക പൗരോഹിത്യം സ്ത്രീപക്ഷ ചിന്താഗതിക്ക് ഇസ്ലാം കൊടുക്കുന്ന ഒരു പ്രാധാന്യം, അല്ലെങ്കിൽ സ്ത്രീപക്ഷ അല്ലെങ്കിൽ സ്ത്രീ സ്വാതന്ത്ര്യത്തിനൊക്കെ ഇസ്ലാം അല്ലെങ്കിൽ സ്ത്രീകൾക്ക് കൊടുക്കുന്ന പരിഗണനയൊക്കെ ചൂണ്ടിക്കാണിക്കാനായിട്ട് പലപ്പോഴും ഹദീസ് ഉപയോഗിക്കുന്നു. പക്ഷേ വാസ്തവത്തിൽ നമ്മുടെ ഇന്ത്യയുടെ സാഹചര്യത്തിൽ പറഞ്ഞ ഇന്ത്യയുടെ സാംസ്കാരിക പരിസരത്ത് പലപ്പോഴും സ്ത്രീ അമ്മയാണ് ദേവതയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളെ വളരെ സമർത്ഥമായി തളച്ചിടുന്നതിന് സമാനമായിട്ട് ഇസ്ലാമിക പൗരോഹിത്യവും അല്ലെങ്കിൽ പ്രാമാണിക ഇസ്ലാമും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നു വ്യക്തിപരമായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഈ സിനിമ പക്ഷേ ഷൂട്ട് ചെയ്യാൻ സിറാജ് എന്ന് പറയുന്ന സംവിധായകൻ്റെ പൈസ കിട്ടാൻ വേണ്ടിയായിരിക്കും അതായത് ഷൂട്ട് ചെയ്യാൻ തയ്യാറാവുന്നു. അപ്പോൾ അത്തരത്തിലൊരു സിനിമാ പരിസരത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഇതുപോലെ തളയ്ക്കപ്പെടുവാൻ സാധ്യതയുണ്ടായിരുന്ന സ്ത്രീ അവളെ തന്നെ അസേർട്ട് ചെയ്യുന്ന ഒരു വല്ലാത്തൊരു ഐറണി, ഒരു വിരുദ്ധോക്തി നമുക്ക് ഈ സിനിമയിൽ കാണാം. അപ്പോൾ ഈ തരത്തിലുള്ള പൗരോഹിത്യത്തിൻ്റെ ഈ സമർത്ഥമായിട്ടുള്ള ഈ മൂന്നാമതും ഉമ്മ പോലുള്ള ഡാവുകളെ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ എങ്ങനെ മൈന കാണുന്നു. അതോടൊപ്പം തന്നെ ഒരു കാര്യം, ഇതിനകത്തൊരു കാര്യം മൈന തന്നെ കോട്ട് ചെയ്തല്ലോ, അതായത് സുഹ്രയുടെ കഥാപാത്രത്തോട് പറയുന്നു കേവലം ഈ തൻ്റെ ഭർത്താവിൻ്റെ ഭാര്യയായിട്ടൊന്ന് അഭിനയിച്ചാൽ മതി എന്ന്. അപ്പം അത് തന്നെയാണല്ലോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ വളരെ സർക്കാസ്റ്റിക് ആയിട്ടൊരു മറുപടി കൊടുക്കുന്നുണ്ട്. ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ, ഒരു ഭാര്യ എന്നുള്ള നിലയിലൊക്കെ ഈ ഒരു സമർപ്പണം തൻ്റെ ഭർത്താവിന് വേണ്ടി ആത്മസമർപ്പണം ചെയ്ത ഒരു ഭാര്യയായിട്ട് താനും അഭിനയിക്കുകയാണോ എന്നുള്ളൊരു ആത്മപരിശോധനയ്ക്ക് സിനിമയിലെ ഡയലോഗ് ഇടം നൽകിയോ, അതല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഹാസ് ഇറ്റ് സ്ട്രക്ക് എ കോഡ് വിത്ത് യു, അല്ലെങ്കിൽ നിങ്ങളിലെ സ്ത്രീയിൽ എന്തെങ്കിലും പ്രകമ്പനം സൃഷ്ടിക്കാനായിട്ട് തീർച്ചയായിട്ടും എന്നിലെ സ്ത്രീ എന്നുള്ളതല്ല, ഈ സിനിമയിലെ ആ ഒരു ചോദ്യം ഉന്നയിക്കുന്നത് മൊത്തത്തില് കേരള സ്ത്രീ എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല, അല്ലെങ്കിൽ ഒരു മുസ്ലിം സ്ത്രീയോടോ അല്ലെങ്കിൽ ഒരു ഹിന്ദു സ്ത്രീ എന്നോ ക്രിസ്ത്യൻ സ്ത്രീ എന്നോ ഒന്നും പറയാൻ പറ്റില്ല. സ്ത്രീ സമൂഹത്തോട് മുഴുവനായിട്ട് ചോദിക്കുന്ന, കാരണം ഇവിടെ വരുമ്പോൾ ഈ സിനിമയിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു അഭിനയം, പിന്നെ ഭാര്യത്വം എന്ന് പറയുന്ന ഒരു സമ്പ്രദായം എന്ന് പറയുന്നത് അഭിനയമാണ് എന്ന് വളരെ കൃത്യമായിട്ട് സുഹറ പറയുകയാണ്. അത് പല സ്ത്രീകളെയും പ്രത്യേകിച്ച് കലയിലേക്ക് കടന്നു വരാനുള്ള അല്ലെങ്കിൽ അവര് തന്നെ കണ്ടെത്താൻ കഴിയാതെ പോകുന്ന സ്ത്രീകളോട് മുഴുവനായിട്ടുള്ള ഒരു ചോദ്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. അത് ഒരുപക്ഷെ പുരുഷനും അങ്ങനെ ഉണ്ടായിരിക്കാം. പക്ഷെ ഈ സിനിമയിൽ അത് ഒരു സ്ത്രീയായ ഭാര്യയായ സ്ത്രീയോട് സ്വന്തം ഭർത്താവിനോടൊപ്പം ഒരു സിനിമയിൽ ഭാര്യയായിട്ട് അഭിനയിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് അവൾ പറയുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും മൊത്തമായിട്ടുള്ള സ്ത്രീ സമൂഹത്തോട് മൊത്തമായിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. അല്ലെങ്കിൽ സ്ത്രീ സമൂഹം മൊത്തമായിട്ട് ഒരു പൊതു അല്ലെങ്കിൽ ആണധികാര വ്യവസ്ഥയോട് പറയുന്ന ഒരു മറുപടിയാണ് ഞാൻ അഭിനയിക്കുകയാണ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മുടെ ഷെരീഫിൻ്റെ കഥാപാത്രം, അദ്ദേഹം എല്ലാ തരത്തിലും പരമ്പരാഗത അർത്ഥത്തിൽ വളരെ ഉത്തമനായിട്ടുള്ള ഒരു പുരുഷനാണ്, ഭർത്താവാണ്. പ്രത്യേകിച്ച് അദ്ദേഹം വളരെ ദീനിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാമിക പ്രമാണങ്ങൾ ഏറെക്കുറെ വളരെ ചിട്ടയായിട്ട് ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്ന ആളാണ്. അദ്ദേഹം കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഓരോ കോളങ്ങളും ഇങ്ങനെ ടിക്ക് ചെയ്യും, ഓരോ കടമകളൊക്കെ. ഭാര്യയോടുള്ള കടമകൾ നിർവഹിച്ചു എന്ന് വെച്ചാൽ ആ ടിക്കാണ് ആ ബോക്സിലുള്ളത്. പക്ഷേ പതിയെ അയാൾ തിരിച്ചറിയുന്നൊരു കാര്യം, അയാളുടെ ഭാര്യ അയാളിൽ തൃപ്തനല്ല എന്നുള്ളതാണ്. അത് മറ്റൊരർത്ഥത്തിലല്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിലല്ല. അവർക്ക് ഭക്ഷണമുണ്ട്, ഇയാൾ ആരോഗ്യവാനായിട്ടുള്ളൊരു ഭർത്താവാണ്, വീടുണ്ട്, 2 നല്ല മക്കളുണ്ട്, ഭൗതികമായിട്ട് എല്ലാ അന്തരീക്ഷങ്ങളുമുണ്ട്. പക്ഷെ അതിനൊക്കെ അപ്പുറം തൻ്റെ തന്നെ സ്വത്വത്തെ അംഗീകരിക്കാത്ത ഒരു ഭർത്താവ്, തൻ്റെ സ്വത്വത്തെ അംഗീകരിക്കാത്ത ഒരു സമൂഹം, അതിൽ ഒരു സ്ത്രീ എത്ര ഖിന്നചിത്തയാണ്, എത്ര അമർഷമുള്ളവളാണെന്ന് നമ്മൾ മനസ്സിലാക്കി തരുന്ന സിനിമയാണ്. അപ്പോൾ ഇതാണ് ശരിക്കും നമ്മളുടെ പുരുഷന്മാർ മനസ്സിലാക്കേണ്ട, നിനക്ക് എന്താണ് ഒരു കുറവെന്നുള്ളൊരു പരമ്പരാഗത ചോദ്യം ഇതിനകത്ത് എറിയുന്നുണ്ട്. അപ്പോൾ പറയാനൊരു കുറവില്ല,
ഈ കുറവ് എന്നുള്ള പരമ്പരാഗത ചോദ്യങ്ങൾ എറിയപ്പെടുന്നവൻ അതിലൂടെ ഉദ്ദേശിക്കുന്ന ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം, ഭർത്തൃസാമീപ്യം അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ലൈംഗികത ഉൾപ്പെടെ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ അതിനപ്പുറത്തുള്ളൊരു സ്ത്രീയുടെ ആവശ്യത്തെക്കുറിച്ച് സിനിമ വളരെ കൃത്യമായിട്ട് നമ്മളോട് സംവദിക്കുന്നുണ്ട് അല്ലേ? അതെ, തീർച്ചയായിട്ടും സ്ത്രീയുടെ ഒരു സ്വയം കണ്ടെത്തൽ അതവിടെ ഉണ്ടാവുന്നില്ല. അതുകൊണ്ടാണ് അവൾ ആ ചോദ്യം ചോദിക്കുന്നത് തന്നെ, പിന്നെ ഞാൻ അഭിനയിക്കുകയല്ലേ എന്ന്. അപ്പൊ മുമ്പ് പറഞ്ഞതിന്റെ തുടർച്ച എന്നുള്ള നിലയിൽ തന്നെ പറയാവുന്ന ഒരു കാര്യമാണ്, ഈ അഭിനയിക്കുകയല്ലേ എന്ന് പറയുന്ന ഇത്തരം നിങ്ങൾക്ക് എന്താണുള്ളത് എല്ലാം തരുന്നില്ലേ എന്ന് ചോദിക്കുന്ന ആൺ കോയ്മ സമൂഹത്തിനോട് അവൾ പറയുന്നതാണ്, അവൾ അഭിനയിക്കുന്നത് ഭാര്യയായി മാത്രമാണ്, അവളായി തീരാൻ അവൾക്ക് പറ്റുന്നില്ല. അല്ലെങ്കിൽ മൊത്തം സുഹ്റ എന്ന് പറയുന്ന കഥാപാത്രം നമ്മളൊരു സിനിമയിലെ കഥാപാത്രമല്ല, ഇത് നിത്യജീവിതത്തിലെ പലയിടത്തെയും കഥാപാത്രമാണ്. ഒരുപക്ഷെ ഇതിപ്പോ എന്റെ വ്യക്തിപരമായിട്ടുള്ള എന്തെങ്കിലുമായിട്ട് കൂട്ടിക്കുഴയ്ക്കാൻ താല്പര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പതിവ് ഭാര്യയോ പതിവ് ഭർത്താവോ ആയിട്ട് അഭിനയിക്കുന്ന ആളുകളല്ല എന്റെ വ്യക്തി ജീവിതത്തിലെ ഭാര്യ. അല്ലെങ്കിൽ എനിക്ക് ഇവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് എഴുത്തിലോ അല്ലെങ്കിൽ മറ്റുള്ള കലയുടെ രംഗത്തോ എനിക്ക് വരാൻ പറ്റില്ല. സുഹ്റയുടെ ഭർത്താവിനെ പോലെയുള്ള ഒരാളാണ് എന്നോടൊപ്പം ഉള്ളത് എന്നുണ്ടെങ്കിൽ അപ്പൊ അത് എനിക്ക് കിട്ടുന്നു എന്ന് പറയുന്നത് മറ്റൊരു കാര്യമാണ്. പക്ഷെ അതുപോലുള്ള എത്രയോ പേര് സുഹ്റ ചോദിക്കുന്ന ചോദ്യം, ഈ അഭിനയം എന്ന് പറയുന്ന ചോദ്യം സമൂഹത്തോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് സുഹ്റ പറയുന്നത് നിങ്ങൾ ശരിയാണ്, നിങ്ങളുടെ പേര്, അതിനെ മലയാളീകരിച്ചിട്ട് അവൾ പറയുന്നൊരു ഇതുണ്ട്, നിങ്ങളുടെ പേര് ഷെരീഫ് എന്നാണ്, നിങ്ങൾ പക്ഷേ തെറ്റീഫിനെയാണ് എനിക്കിഷ്ടം എന്നാണ് അവൾ പറയുന്നത്. അതെ, അതാണ് സംസാരിച്ചാൽ തെറ്റീഫ് ആയിട്ട് സംസാരിച്ചാൽ മതി എന്നാണ് അവൾ പറയുന്നത്. അതെ, അത് വലിയൊരു അടിയാണ് ഈ ഷെരീഫുമാർക്ക് മുഴുവൻ കൊടുക്കുന്ന. അതായത് അതിന്റെ ശരിയായ അർത്ഥത്തിലല്ല, ഈ പറയുന്ന മലയാളീകരിച്ച് പറയുന്ന ഒരർത്ഥത്തിന്റെ മേലുള്ള പ്രഹരമാണ് ശരിക്കും ആ തെറ്റീഫ് മതി എന്ന് പറയുന്ന, എന്നിട്ട് സംസാരിച്ചാൽ മതി എന്ന് പറയുന്ന സുഹ്റയുടെ ആ പ്രസ്താവന എന്നാണ് തോന്നുന്നത്. ഓക്കെ, നമ്മൾ ഈ സിനിമയുടെ പ്രമേയ പരിസരത്ത് അദ്ദേഹം എൻഗേജ് ചെയ്യുന്ന സ്ത്രീപക്ഷ വിഷയങ്ങളെ കുറിച്ച് ഏറെക്കുറെ സംസാരിച്ചു. കൃത്യമായിട്ടും വിമൻ ഇൻ ഇസ്ലാം അല്ലെങ്കിൽ വിമൻ ഇൻ കേരള മുസ്ലിം കമ്മ്യൂണിറ്റി എന്നുള്ള ഒരു കാര്യം നല്ല കൃത്യമായിട്ട് തന്നെ അദ്ദേഹം ഏറെക്കുറെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിലെനിക്ക് ചില വിയോജിപ്പുകളുണ്ട്. അതിൽ ഒരു വിയോജിപ്പ് ഇതാണ്, മറ്റൊന്നുമല്ല, അത് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന ഒരു സംഘടന അല്ലെങ്കിൽ ആ ഒരു സംഘടനാ ജീവിതം നയിക്കുന്ന ആളുകൾ കേരളത്തിന്റെ മുസ്ലിം മുഖ്യധാരയിൽ വളരെ കുറവാണ്. ഇപ്പോഴും ന്യൂനപക്ഷമാണ്. പ്രധാനമായിട്ടും സുന്നികൾ എന്ന് പറയുന്ന കാന്തപുരം അബൂബക്കർ മുസ്ലിയാറും അല്ലെങ്കിൽ കെ അബൂബക്കർ മുസ്ലിയാറും ഒക്കെ നയിച്ചിരുന്ന അല്ലെങ്കിൽ ആ സുന്നി ചർച്ച എന്ന് വേണ്ടി നമുക്ക് പറയാം, അതിന്റെ കീഴിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അത് മറ്റൊരു കുറച്ചുകൂടി വ്യത്യസ്തമായ ഒരു പരിസരമാണെന്ന് എനിക്ക് തോന്നുന്നു, സമാനതകളുണ്ടെങ്കിൽ പോലും. അപ്പോൾ ഇനി ഞാൻ ജമാഅത്ത് ഇസ്ലാമിയായിട്ട് എനിക്ക് ഈ മതരാസ ജീവിതത്തിലേക്ക് എത്തുന്നതിന് മുന്നോടിയായിട്ട് 1990കളുടെ അവസാനത്തിൽ ഒക്കെ ഞാനൊരു MA-ക്കും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ കുറച്ചൊരു അടുപ്പം ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഈ സിനിമയുടെ തുടക്കരംഗം 2000ങ്ങളുടെ തുടക്കമാണ് സിനിമയുടെ കാലഘട്ടം എന്ന് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം ഈ വേൾഡ് ട്രേഡ് സെന്റർ തകർത്തതുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് അള്ളാഹു ശിക്ഷ നൽകുന്നത് എന്നുള്ള തരത്തിലുള്ള ഒരു മുസ്ലിയാരുടെ പ്രഭാഷണമാണ്. അത് എഡിറ്റ് ചെയ്യുന്നതിലൂടെയാണ് സിനിമ തുടങ്ങുന്നത്. അപ്പോൾ അത്തരത്തിൽ എഡിറ്റ് ചെയ്യുന്നതിന് എന്താ പറയുന്നത് ഗൈഡ് ചെയ്യുന്ന റഹീം സാഹിബ് അല്ലേ, അങ്ങനെയല്ല കഥാപാത്രം. അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് എത്തുന്നതിലൂടെയാണ് സിനിമയുടെ ക്രെഡിറ്റ്സ് പോകുന്നത്. അപ്പോൾ അതിലൂടെയൊക്കെ എനിക്ക് വലിയ മനോഹരമായ ഷോട്ട്സ്, അതിന്റെ ഒരു വിഷ്വൽ ചാം, നമുക്ക് ആ ഒരു മലപ്പുറത്തിന്റെ ഏറനാടിന്റെ ഗ്രാമീണ ജീവിതത്തെയൊക്കെ ഏറെക്കുറെ ഒപ്പുവൊക്കെ ചെയ്യുന്നു. മനോഹരമായ ഷഹബാസമന്റെ ഗാനം. അപ്പൊ വളരെ വലിയ ശക്തമായൊരു രാഷ്ട്രീയമാണ് സിനിമ കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ഇതിനകത്ത് കുറച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഈ സിനിമ ആദ്യം ഒരു ചോദ്യം ചോദിക്കട്ടെ, ഈ സിനിമ മുന്നോട്ട് വയ്ക്കുന്ന പോലെ ഹലാൽ എന്നൊരു ചട്ടക്കൂടിലൂടെ സിനിമ നിർമ്മിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഹലാൽ എന്നൊരു ചട്ടക്കൂടിൽ നിർമ്മിക്കപ്പെടുന്നത് സിനിമയാവുമോ കലയാവുമോ? അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചട്ടക്കൂടുകൾ ശരിക്കും സിനിമയ്ക്കും കലയ്ക്കും ഗുണമാണോ ദോഷമാണോ എന്നൊക്കെയുള്ള ചില കാര്യങ്ങൾ നമുക്ക് അതിൽ വലിയൊരു ഡയലക്റ്റിക്സ് ആയിട്ട് നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും അങ്ങനെ അത് പാടില്ല, അല്ലെങ്കിൽ അങ്ങനെ കല ഉണ്ടാവില്ലെന്ന് തന്നെയാണ് സിനിമ അവസാനം പറഞ്ഞു വയ്ക്കുന്നത് എനിക്ക് തോന്നുന്നു.
പക്ഷെ ഇതോടൊപ്പം ഒരു സബ് ടെക്സ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കാര്യം ജോജുവിന്റെ കഥാപാത്രം നോക്കൂ. ജോജു ഞാൻ ആദ്യം പറഞ്ഞ റാഡിക്കലൈസ്ഡ് മുസ്ലിമാണ്. മുസ്ലിം എന്ന് വിളിക്കാമെന്ന് അറിയില്ല, പക്ഷേ റാഡിക്കലൈസ്ഡ് ആയി പോകുന്നു. സിനിമയുടെ ലോകത്ത് റാഡിക്കലൈസ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഒരു എന്താ പറയുന്ന ഒരു മതനിരാസക ജീവിതം നയിക്കുന്ന, മതചട്ടക്കൂടിന് വെളിയിൽ പോകുന്ന ഒരു വ്യക്തി, അദ്ദേഹം പലതരത്തിലുള്ള സിനിമകൾക്ക് എന്താ പറയുക അടിമപ്പെട്ടവനാണെന്ന് സിനിമ കാണിക്കുന്നു. അദ്ദേഹം മദ്യപിക്കുന്നു, യഥേഷ്ടം പുകവലിക്കുന്നു, കഞ്ചാവ് വലിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കഞ്ചാവാണ് മറ്റേ ഇദ്ദേഹത്തിന് സഹായി വലിക്കുന്നത്. അതുപോലെ അദ്ദേഹത്തിന്റെ ദാമ്പത്യ ജീവിതം ഒരു പരാജയമാണ്. ആ പരാജയത്തിന്റെ അടിസ്ഥാന കാരണം ഇദ്ദേഹത്തിന്റെ സ്വഭാവ വൈകല്യമാണെന്നൊക്കെ സിനിമ പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഈ സിനിമയുടെ ലോകത്തേക്ക്, കലയുടെ ലോകത്തേക്ക് പറിച്ചു നടപ്പെട്ടവരൊക്കെ ഹറാമാക്കപ്പെട്ട ഒരു ജീവിത പരിസരത്തിലൂടെ പോകുവാൻ നിർബന്ധിതനാണ്, അല്ലെങ്കിൽ അങ്ങനെ പറ്റൂ എന്നുള്ള ഒരു ടെക്സ്റ്റ് സിനിമ മുന്നോട്ട് വയ്ക്കുന്നുണ്ടോ? അതൊരു അതിവായനയാണ്. അതിവായനയാണെന്ന് തോന്നുന്നില്ല. ജോജുവിന്റെ കഥാപാത്രത്തെ അങ്ങനെ കൊണ്ടുവരുമ്പോൾ അങ്ങനെ നമുക്ക് വായിക്കാം, തീർച്ചയായിട്ടും വായിക്കാം. ഉണ്ണിമായ അവതരിപ്പിക്കുന്ന ജോജുവിന്റെ ഭാര്യ കള്ളുകുടിച്ചു വന്ന് ബഹളം ഉണ്ടാക്കി എന്ന് തന്നെ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള ഒരാളാണ് ഇത്. അയാൾ നിങ്ങൾക്ക് എന്തും ആയിക്കോട്ടെ, പക്ഷെ എന്നെ ഉപദ്രവിക്കരുത്, എന്നെ ഉപദ്രവിക്കരുതെന്ന് വളരെ കൃത്യമായിട്ട്. അത് ഇപ്പം നമ്മൾ ഓർക്കും ഇയാളിപ്പം വളരെ വൈകാരികമായിട്ടാണല്ലോ ഇവരുടെ കുട്ടിയെ കാണുന്നതിന് വേണ്ടിയിട്ടല്ലേ വീട്ടിൽ വരുന്നത്, അതിന് തടസ്സം നിൽക്കുന്നു എന്ന് തോന്നിയിട്ടല്ലേ ഇയാൾ വന്ന് കള്ളു കുടിച്ച് ബഹളം ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് വേണമെങ്കിൽ തോന്നിപ്പിക്കാം. പക്ഷെ ആ ഉണ്ണിമായയുടെ കഥാപാത്രം തിരിച്ചു പറയുന്ന ആ ഒരു കോംപ്രമൈസിന്റെ സമയത്ത് തിരിച്ചു പറയുന്നത് എന്നെ ഉപദ്രവിക്കരുത് എന്നുള്ളതാണ്. അവള് വളരെ കൃത്യമായിട്ട് അവിടെ നമ്മളൊരു അസേർട്ട് ചെയ്യുന്ന സ്ത്രീ അല്ലേ. അപ്പൊ വിത്തിൻ ഇസ്ലാമിക് പാട്രിയാർക്കി we can see a lot of women who assert their agency. അതെ അതെ, അവിടെ ഇതിനകത്തെ സ്ത്രീ കഥാപാത്രങ്ങൾ, പ്രധാനപ്പെട്ട 2-3 സ്ത്രീ കഥാപാത്രങ്ങൾ വളരെ കൃത്യമായ നിലപാടെടുക്കുന്നു എന്നുള്ളതാണ് ഈ സിനിമയുടെ. അതായത് പ്രത്യക്ഷത്തില് പർദ്ദ അണിഞ്ഞ് നടക്കുന്നു അല്ലെങ്കിൽ ഇസ്ലാമിക ചിഹ്നങ്ങൾ അണിഞ്ഞ് നടക്കുന്നു എന്ന തരത്തിലുള്ള സ്ത്രീകൾ ദുർബലരാണ്, കർത്തൃത്വം അടിയറ വെച്ചവരാണ്, നിരാലംബത്വം ഏറ്റുവാങ്ങിയവരാണ് ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ വ്യവസ്ഥിതി ഇസ്ലാമിക് പേട്രിയാർക്കി, ഇസ്ലാമിക് പുരുഷാധിപത്യത്തിന്റെ അടിമകളാണ് എന്നുള്ള പ്രഥമ ദൃഷ്ടിയെ നമുക്ക് നമ്മുടെ പൊതുസമൂഹം അവരെ വായിക്കുന്നതിന് വിഭിന്നമായിട്ട് അതിന്റെ അകത്ത് തന്നെ ആർജവം കൈവിടാതെ ജീവിക്കുന്ന 2 സ്ത്രീ കഥാപാത്രങ്ങൾ. അതെ, അതേപോലെ അലക്കുന്ന ഒരു സ്ത്രീ, ഒരു താത്തയെ അഭിനയിക്കുന്ന ഷൈനി അവതരിപ്പിക്കുന്ന ആ കഥാപാത്രം, ആ സിനിമ ഇവിടെ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ ഒരു ശബ്ദവും വരാൻ പാടില്ല എന്ന് സിനിമാക്കാര്, കലയിൽ കോംപ്രമൈസ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നവരോട് ചോദ്യം ചെയ്യാനായിട്ട് ഒരു കൂട്ടം മനുഷ്യരുമായിട്ട് വരുന്നുണ്ട്. ചോദ്യം ചെയ്യുന്ന സ്ത്രീ അവിടെ ഉണ്ടാവുന്നുണ്ട്. അപ്പം അവിടെയും അത് അവരോട് സംസാരിക്കാനായിട്ട് ഇതിൽ നിന്ന് ആരെങ്കിലും ഒരാൾ പോണെന്നാ പറയുന്നത്. അവിടെയും ഇവർക്ക് പുരുഷന് പോയിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. അതില് അവരെ സ്വാധീനിക്കാൻ പറ്റുന്ന പുരുഷനെ അവിടെ സംസാരിക്കാൻ അതിനുള്ളവരുടെ അത്. അപ്പോൾ എനിക്ക് തോന്നിയത് അത്തരം ഭാഗങ്ങളിലെല്ലാം വളരെ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് തന്നെ സിനിമ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതേസമയം ഈ പറയുന്നത് പോലെയുള്ള അതിവായന എന്ന് തോന്നിപ്പിക്കാവുന്ന ശരിയായ വായനകൾ അതിനകത്തുണ്ട് എന്നുകൂടെ. കാരണം ഇങ്ങനെ കള്ളുപിടിച്ചും കഞ്ചാവടിച്ചും നടക്കുന്നവര് ഇതിന് നിന്ന് പുറത്താണ് എന്ന് പറയുന്ന ഒരു സന്ദേശം എങ്ങനെയൊക്കെയോ പുറത്തേക്ക് വരുന്നുണ്ടെന്നാണ് തോന്നുന്നത്. നമ്മൾ മൈന നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മുടെ സിനിമയുടെ ക്ലൈമാക്സ് ആയിട്ട് ബന്ധപ്പെട്ട് 2 കാര്യങ്ങൾ കൂടി നമുക്ക് ഇതിന്റെ ഒരു രാഷ്ട്രീയ ചർച്ചയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഡിസ്കസ് ചെയ്യാൻ വിചാരിക്കുന്നു. ഒന്ന്, സിനിമയുടെ അവസാന ഭാഗത്ത് വലിയൊരു ചർച്ചയാക്കുന്നൊരു കാര്യമുണ്ട്. അത് ഒരേ സമയം ഒരു തമാശയുമാണ്, ഗൗരവമാണ്. കെട്ടിപ്പിടിക്കാമോ ഇല്ലയോ? ഒരു സ്വകാര്യ ഇടത്തിനപ്പുറത്ത് ഒരു സ്ത്രീയും പുരുഷനും പരസ്യമായി കാണപ്പെടുന്ന അല്ലെങ്കിൽ ഗോചരമാകുന്ന ഒരു ജനം, അത് സിനിമയുടെ അഭ്രപാളിയാവട്ടെ അല്ലെങ്കിൽ പൊതു ഇടമാവട്ടെ, അവിടെ ഒരു നിയമപരമായിട്ട് ഭാര്യ ഭർത്താക്കന്മാരെ അംഗീകരിക്കപ്പെട്ട, നിക്കാഹ് ചെയ്യപ്പെട്ട, ഇസ്ലാമിന്റെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ അവർക്ക് പോലും പരസ്പരം കെട്ടിപ്പിടിക്കാമോ എന്നുള്ള ഒരു ചോദ്യം വലിയൊരു ചോദ്യമായിട്ട് മാറുന്നുണ്ട്. സിനിമയെ ഒരു വലിയ പ്രതിസന്ധിയിലാക്കുവാണ്. അപ്പോൾ ഭാര്യയും ഭർത്താവും കൂടി മാറി നിന്ന് ചർച്ച ചെയ്യുമ്പോഴത്തേക്കും അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ ഭർത്താവ് അവിടെ ഒരു പ്രാകൃതനാണ്. കാരണം അടിസ്ഥാനപരമായിട്ട് ഇത് ലൈംഗിക ചോദന അല്ലെങ്കിൽ സെക്ഷുവലി എക്സ്പ്ലിസിറ്റ് ആണെന്ന് സീനാണെന്നുള്ള തിരക്കഥാകൃത്തിന്റെ ഒരു പ്രമാണം തന്നെയാണ്. അപ്പോൾ ഇവർ നേരത്തെ ഇവിടെ ഈ സ്ത്രീ ചോദിക്കുകയാണ്, അതിനപ്പുറത്തേക്കും പലപ്പോഴും നമുക്ക് ചില ഇമോഷണൽ സപ്പോർട്ട് കിട്ടുമ്പോഴൊക്കെ നമുക്ക് ഇതുപോലെ നമ്മൾ മനുഷ്യൻ ആലിംഗനം ചെയ്യാറില്ലെന്ന് ചോദിക്കുന്നു. അവസാനം വളരെ ജൈവികമായിട്ടുള്ള അർത്ഥത്തിൽ തന്നെ ക്ലൈമാക്സിൽ അവർ വാരി പുണർന്നുകൊണ്ട് ഒരു വിപ്ലവം സൃഷ്ടിക്കുന്നു. സിനിമ തീരുന്നതിന് തൊട്ട് മുമ്പുള്ള രംഗത്ത് എല്ലാവരും മനുഷ്യർ പരസ്പരം പുണരുന്നു. അല്ലെങ്കിൽ പരിരംഭനം അഥവാ ഈ ആലിംഗനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കെട്ടിപ്പിടുത്തം എന്ന് പറയുന്നതൊക്കെ മാനുഷികതയുടെ അല്ലെങ്കിൽ മനുഷ്യത്വത്തിൻ്റെ അല്ലെങ്കിൽ
മനുഷ്യത്വം എക്സ്പ്രസ് ചെയ്യുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് സിനിമ പറഞ്ഞു വയ്ക്കുമ്പോൾ എല്ലാറ്റിനെയും ലൈംഗികതയുടെ കണ്ണിലൂടെ കാണുന്ന പ്രമാണങ്ങളെ കൃത്യമായിട്ടും ഒരു ഒരു വലിയ വിമർശനത്തിന് വിധേയമാക്കും. തീർച്ചയായിട്ടും അത് പല പ്രാവശ്യം ഈ ചോദ്യം കടന്നു വരുന്നുണ്ട്. സ്ത്രീയും പുരുഷനും തമ്മിൽ കണ്ടുമുട്ടുന്ന വേളകളെല്ലാം ഈ പറയുന്ന ലൈംഗിക ചൊവ്വയോടുകൂടി കാണുന്നതാണ് നമ്മളുടെ ഒരു മത പൗരോഹിത്യം എന്നാണ്. അതുകൊണ്ടാണ് സ്ത്രീയും പുരുഷനും തമ്മിൽ ബന്ധപ്പെടുന്ന ഒരു ഭാഗവും, അതുകൊണ്ടാണ് സിനിമയിൽ പോലും ഭാര്യയും ഭർത്താവുമായി തന്നെ അഭിനയിക്കണമെന്ന് പറയും. പക്ഷെ അവര് തമ്മിലുള്ള അടുപ്പം കാണിക്കുന്ന ഒരു ഷോട്ട് അവർക്കത് എടുക്കാൻ വളരെ പ്രശ്നഭരിതമായിട്ട് മാറുകയാണ് അവിടെ. അപ്പോൾ അതിന് തൊട്ട് മുന്നേ ആ റിഹേഴ്സൽ നടക്കുന്ന സമയത്ത് ഇതിനകത്തെ കരീം സാഹിബും തൗഫീഖ് കൂടെ സംസാരിക്കുന്ന ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, ഈ റിഹേഴ്സൽ ആണും പെണ്ണും ഒരുമിച്ച് നിന്ന് അപ്പൊ നമ്മൾ കാണുന്ന കാണിക്ക് അതൊരു അലോസരമായിട്ട് തോന്നുന്നേയില്ല, റിഹേഴ്സൽ നടക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ അവിടെ ആണും പെണ്ണും നിൽക്കുന്നത് കൊണ്ട് അവിടെ പറയുന്നത് ഇത് കണ്ട സംസ്ഥാന നേതാക്കൾ കണ്ടാൽ എന്തായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ പടച്ചോന് പ്രശ്നം ഉണ്ടാവില്ല, പടച്ചോന് ഇതിന്റെ സത്യസന്ധത അറിയാം. പക്ഷെ സംസ്ഥാന നേതാക്കൾക്ക് പ്രസ്ഥാനം എന്ത് പറയും എന്നുള്ളത്. അപ്പം ദൈവവും മനുഷ്യനും തമ്മിലല്ല ബന്ധം, അതിനപ്പുറം പ്രസ്ഥാനവുമായിട്ടാണ്. അതുകൊണ്ടാണ് ഷെരീഫും സുഹ്റയും തമ്മിലുള്ള അവസാനത്തെ ഈ കെട്ടിപ്പിടിക്കുന്ന സീനിനെ പറ്റിയുള്ള സംസാരം നടക്കുന്ന സമയത്തും ആദ്യം അവര് രണ്ടുപേർ തമ്മിലുള്ള ബന്ധത്തെ പറ്റി സംസാരിച്ചു തുടങ്ങുകയും അവസാനം സുഹ്റ തന്നെ ചോദിക്കുകയാണ് പ്രസ്ഥാനം എന്തു പറയും. അപ്പൊ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഇത്തരം ഉത്കൃഷ്ടമായിട്ടുള്ള എക്സ്പ്രഷൻസ്, കല എന്ന് നമ്മൾ വിളിക്കുന്ന വളരെ ഉദാത്തമായിട്ടുള്ള വളരെ ലോഫ്റ്റി ആയിട്ടുള്ള ഇത്തരം മനുഷ്യന്റെ എക്സ്പ്രഷൻസിന് ദൈവത്തിന് അതിനോട് പ്രശ്നമില്ല. പക്ഷേ ദൈവത്തിന്റെ പ്രതിനിധികൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഭൂലോകത്ത് വാഴുന്ന കുറച്ച് സംഘടനക്കാർക്കും ഈ പൗരോഹിത്യത്തിനും ഒക്കെയാണ് പ്രശ്നം, അല്ലെ? ഉദ്ദേശ്യശുദ്ധിയാണ് ഹലാൽ എന്നുള്ളതാണ് ഇസ്ലാമിന്റെ പ്രമാണം എന്ന് പറയുന്നത്, അല്ലാതെ ആളുകൾ പറഞ്ഞു വെക്കുന്നതല്ല ഹലാൽ. അല്ല, അവിടെ പ്രധാനമായിട്ടും അതിനിപ്പോ ഒരു കാര്യം പറയും, അത് ഇവിടത്തെ എനിക്ക് തോന്നുന്നു ഇസ്ലാമിക സമൂഹങ്ങളും കൂടി വളരെ കൃത്യമായ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട കാര്യമാണ്. ഇപ്പൊ ഹലാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ബിസ്മി ചൊല്ലി അറുക്കുന്നതാണ് ഹലാൽ, അല്ലെങ്കിൽ ഇപ്പം അതിനെ പറഞ്ഞ ഹലാലിന്റെ ഡെഫിനിഷൻ ആയിട്ട് ഉദ്ദേശ്യശുദ്ധി. അപ്പോൾ ഈ ഇത്തരം മതപ്രമാണങ്ങളെ അതിന്റെ അക്ഷരാർത്ഥങ്ങളിൽ എടുത്തുകൊണ്ട് മൗലികവാദ ജീവിതത്തിലേക്ക് പോകണോ, അല്ലെങ്കിൽ ഭാവാർത്ഥങ്ങളിൽ വിശാലാർത്ഥങ്ങളിൽ എടുത്തുകൊണ്ട് നമ്മൾ വളരെ സാംസ്കാരിക സമ്പന്നമായിട്ടൊരു ജീവിതം നയിക്കണോ എന്നുള്ള ഒരു ചോദ്യം. തീർച്ചയായിട്ടും അതെ. കല എന്ന് പറയുന്ന മനുഷ്യനെ സാംസ്കാരികമായിട്ട് ഉയർത്തുകയാണ് ചെയ്യുന്നത്. അതേസമയം ഈ കലയെ മാറ്റിവെച്ചുകൊണ്ട് നമ്മൾ മതനിയമങ്ങളിലേക്ക് തന്നെ ചുരുങ്ങി പോകുമ്പോൾ മൗലികവാദത്തിലേക്കാണ് പോകുന്നത്. അത് വളരെ കൃത്യമായിട്ട് സിനിമ പറയുന്നുണ്ട് എന്ന് തന്നെയാണ് തോന്നിയത്. മറ്റു പല പരിമിതികളുണ്ടെങ്കിലും സിനിമ അവസാനിക്കുമ്പോൾ അതാണ് എനിക്ക് ഏറ്റവും രസകരമായിട്ട് തോന്നുന്നത്. തുടക്കത്തിലെ കഥാപാത്രം തന്നെയാണ് ഒടുക്കവും റഹീം സാഹിബ്. റഹീം നല്ലത്, എനിക്ക് കരീമാണോ സംശയമില്ല. ഈ റഹീം സാഹിബ് കുടുംബത്തോടൊപ്പം നിന്ന് നിസ്കരിക്കുകയാണ്. അദ്ദേഹമാണ് നേതൃത്വം കൊടുക്കുന്നത്. കുടുംബനാഥൻ ഇപ്പോഴും പുരുഷനാണ്. അപ്പൊ അതിന്റെ പിന്നാലെ നിന്നാണ് സ്ത്രീ കുട്ടികൾ നമസ്കരിക്കുന്നത്. പക്ഷെ ഒരു വ്യത്യാസം അവിടെ സംഭവിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ നമസ്കാരം അത് സുജൂദിലേക്കോ മറ്റൊക്കെ പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് ക്യാമറ പാൻ ചെയ്ത് ആ ടി വി സ്ക്രീനിലേക്ക് എത്തുന്നു. ആ ടി വി സ്ക്രീനിൽ ഹലാലാക്കപ്പെട്ട വളരെ സ്വാഭാവികമായിട്ട് അവർ ഷൂട്ട് ചെയ്ത ആ സിനിമാരംഗങ്ങൾ അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വളരെ എന്താ പറയുന്നത്, കൃത്യമായ റിജിഡായിട്ടുള്ള മതശാസനകൾക്കുള്ളിൽ നിന്ന് ജീവിതം നയിക്കുമ്പോഴും സമാന്തരമായിട്ട് ഒരു കലാജീവിതവും അല്ലെങ്കിൽ തങ്ങൾക്കാകാം, അത് ഹലാൽ തന്നെയാണ് എന്നുള്ള ഒരു പറച്ചിലാണ് സിനിമ അവസാനിക്കുന്നത് വേണ്ടി നമുക്ക് വായിക്കാം, അല്ലേ? അങ്ങനെ വായിക്കാം. പക്ഷെ അതിനകത്ത് മറ്റൊരു കുഴപ്പം കൂടിയുണ്ട്. അപ്പോൾ ഇതൊരു പാതി വെന്ത കലയായി പോകും. തീർച്ചയായിട്ടും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതില് അപ്പോൾ കലയ്ക്ക് വേണ്ടി കോംപ്രമൈസ് ചെയ്യാണ്. മതത്തിന് വേണ്ടി കോംപ്രമൈസ് ഒരിടത്ത് കലയ്ക്ക് വേണ്ടിയും കലയിലും കോംപ്രമൈസ് കൊണ്ടുവരും. അങ്ങനെ കോംപ്രമൈസ് ചെയ്യപ്പെടുന്നത് കലയല്ലാതാവുന്നു. ആ ഒരു പ്രശ്നമുണ്ട്. കലയെ കലയായിട്ട് കാണേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഇന്നിന്റെ രാഷ്ട്രീയ സാഹചര്യത്തില് കുറേയധികം എഴുത്തുകാർ അല്ലെങ്കിൽ അവരുടെ സൃഷ്ടികളൊക്കെ എന്താ പറയുന്നത്, കുറേയധികം ആളുകൾ, നമ്മുടെ പെരുമാൾ മുരുകൻ അടക്കമുള്ള ആളുകളൊക്കെ, അല്ലെങ്കിൽ ഹിന്ദുത്വ ഫാഷിസം ഇന്ന് ഇന്ത്യയിൽ കുറേയധികം സൃഷ്ടികർത്താക്കൾ സിനിമയിലാവട്ടെ അല്ലെങ്കിൽ സാഹിത്യത്തിലാവട്ടെ അവരുടെ എക്സ്പ്രഷൻസിനൊക്കെ മുക്കേറിടാനോ അല്ലെങ്കിൽ അവരെ ഭയപ്പെടുത്തി അവരുടെ സൃഷ്ടികർമ്മങ്ങളിൽ നിന്നൊക്കെ പിന്തിരിപ്പിക്കാനോ ഒക്കെ അവർക്ക് സാധിച്ച കാലഘട്ടത്തിൽ മതം അനുശാസിക്കുന്ന, ഇവിടെ ഇസ്ലാം അനുശാസിക്കുന്ന ഒരു ചട്ടക്കൂടിനകത്ത് നിന്ന് മതി നിങ്ങളുടെ സിനിമയും കലയും ഒക്കെ എന്നുള്ളൊരു വളരെ വിപത്ത് സന്ദേശം ഈ സിനിമ വയ്ക്കുന്നു എന്ന് മൈന ചിന്തിക്കുന്നുണ്ട്.
അതാണോ ഇപ്പൊ പറഞ്ഞതിന്റെ ഒരു? അല്ല, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. അത് പറയുന്നത് പോലെ അതിവായനയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്നാൽ പോലും അങ്ങനെ തന്നെ കല എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ കോംപ്രമൈസ് ചെയ്തുകൊണ്ടും സിനിമ ആവാം. മാത്രമല്ല, പ്രത്യേകിച്ച് മലബാറിന്റെ ചില പ്രദേശങ്ങളിൽ ഈ സിനിമ തന്നെ ഷൂട്ട് ചെയ്ത ചില ഇടങ്ങളിൽ മുമ്പ് ഹോം സിനിമ എന്ന് പറഞ്ഞുകൊണ്ട് വന്നതും ഇതിന്റെയൊക്കെ ഒരു രീതിയെ, ഇതിന്റെ ഒരു മുൻ രൂപം എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിലാണ്. ആഗ്രഹങ്ങള്, ഉള്ളിലെ മനുഷ്യൻ എന്ന് പറയുന്ന വ്യക്തി എന്നുള്ള നിലയിലുള്ള ആഗ്രഹങ്ങളുണ്ട്. സിനിമ എന്ന് പറയുന്ന ഈ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് കലയിൽ കോംപ്രമൈസ് ചെയ്യുക. അപ്പൊ കലാമൂല്യം എവിടെ പോകുന്നു എന്ന് പറയുന്ന ഒരു ചോദ്യം. അല്ലെങ്കിൽ നമ്മുടെ അടിസ്ഥാനപരമായിട്ട് മനുഷ്യന്റെ ഭാവന അല്ലെങ്കിൽ മനുഷ്യന്റെ എക്സ്പ്രഷൻസ്, നമ്മുടെ ആർട്ടിസ്റ്റിക് എക്സ്പ്രഷനൊക്കെ ഒരു അതിർവരമ്പ് കൽപ്പിക്കാനുള്ള ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ആയിട്ട് മതം മാറുന്നു എന്നുള്ളതാണ്. അതേസമയം ഒരു ഇന്ത്യയിലോ അല്ലെങ്കിൽ കേരളത്തിലോ മുസ്ലിം സമൂഹം, പൊതുസമൂഹം എന്ന് പറയുന്നത് അത്രമേൽ സിനിമയെ കോംപ്രമൈസ് ചെയ്ത മനുഷ്യരല്ല. നമ്മളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്നത്. ഒരു ഓർമ്മ ശരിയാണെങ്കിൽ 1955 ഇറങ്ങിയ നീലക്കുയിൽ സിനിമയില് ഇങ്ങനെ കോഴിക്കോട് അബ്ദുൽ ഖാദർ പാട്ട് പാടുകയും അഭിനയിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനു മുമ്പേ തൊട്ട് നിർമ്മാതാക്കളും. ഞാൻ ആ ഒരു കാര്യത്തിലേക്ക് വരാം അതിനെ പറഞ്ഞുകൊണ്ട്. അതായത് ഈ സിനിമ മുന്നോട്ട് വയ്ക്കുന്ന ഒരു എന്താ പറയുക ടെക്സ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, കേരളത്തിന്റെ മുസ്ലിം സമൂഹം പലപ്പോഴും വല്ലാത്തൊരു പ്രാകൃതത്തിൽ ജീവിക്കുന്നു. അവർക്ക് സിനിമയിലേക്ക് വരാനായിട്ട് അവരുടെ മതശാസനകളോ അല്ലെങ്കിൽ മതാധികാരങ്ങളോ ഒക്കെ തടസ്സമാകുന്നു എന്നുള്ള നിലയിലൊക്കെ സിനിമ ഒരു സന്ദേശം നമ്മളിലേക്ക് തരുന്നുണ്ട്. പക്ഷെ വാസ്തവവിരുദ്ധമാണ്. ഞാൻ ആദ്യം പറഞ്ഞാൽ, ഒന്ന്, ഈ സിനിമയിൽ കാണിക്കുന്ന സംഘടന ഒരു ന്യൂനപക്ഷം വരുന്ന മുസ്ലിങ്ങളുടെ ആയിട്ടുള്ളൊരു സംഘടനയാണ് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നത്. എന്ന് മാത്രമല്ല, മറിച്ച് മറ്റുള്ള ആളുകൾ വളരെ പുരോഗമനവാദികളാണെന്നുള്ള എനിക്ക് അഭിപ്രായമില്ല. അവരുടെ എല്ലാ തരത്തിലുള്ള മതകാർക്കശ്യവും മൗലികവാദങ്ങളൊക്കെ അവിടെ നിൽക്കുമ്പോൾ തന്നെ അത് വളരെ കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് വളരെ കൂടിയിട്ടുണ്ട്. അതിനപ്പുറത്തുള്ള കാലഘട്ടത്തിൽ നേരത്തെ ഇപ്പം അതിന് സൂചിപ്പിച്ച പോലെ കോഴിക്കോട് അബ്ദുൽ ഖാദർ, പ്രേം നസീർ തുടങ്ങി ബാബുരാജ് അടക്കമുള്ള ആൾക്കാർ, പിന്നീട് KP ഉമർ ബഹദൂർ, ഇന്ന് മമ്മൂട്ടി, ദുൽഖർ സൽമാൻ വരെയുള്ള ആളുകൾ, അത് അഭിനയ രംഗത്തും അതിന്റെ പിന്നണിയിലും ഒക്കെ തന്നെ വളരെ എളുപ്പത്തിൽ വരുവാനും അംഗീകരിക്കപ്പെടുവാനും, അല്ലെങ്കിൽ മുഖ്യധാര സിനിമയുടെ അല്ലെങ്കിൽ ഈ ഇസ്ലാം ചട്ടക്കൂടല്ലേ എന്ന് മാത്രമല്ല, മുസ്ലിം മാത്രമല്ല, പുരുഷൻ മാത്രമല്ല, സ്ത്രീകളും കൂടെ തീർച്ചയായിട്ടും. പിന്നെ ശ്രീയ വന്നു, അതുപോലെ നേരത്തെ നദിയ അങ്ങനെയൊക്കെ ഉണ്ട്. ഇനി മറ്റൊരു കാര്യം, ഈ നമ്മുടെ അതുപോലത്തെ ഒരു ബഹുസ്വര സമൂഹത്തിൽ, അതിപ്പോൾ നമ്മൾ CANRC ഒക്കെ കോവിഡ് കാലത്തിന് മുമ്പ് വലിയ ചർച്ചയ്ക്ക് വഴിതെളിക്കുകയും വലിയ തരത്തിൽ നമ്മൾ ഇന്ത്യ ചർച്ച ചെയ്യുകയും ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ ഈ നമ്മളൊരു ബഹുസ്വര സമൂഹത്തിൽ എന്തിനാണ് ഒരു ഇസ്ലാമിക് സിനിമ, അല്ലെ, ഇസ്ലാമിക് സംഘടനകൾ അവരുടെ ചട്ടക്കൂടിനകത്ത്, കാര്യം അവർക്ക് അതിനുള്ള അവകാശമില്ലെന്ന് നമുക്ക് ചോദിക്കാമെങ്കിലും, അപ്പൊ അത്തരത്തിലൊക്കെ ഉള്ള സിനിമകൾ വേണോ? ഒരു പൊതു, ഈ സിനിമയിൽ തന്നെ വിഷയം പൊതു മാധ്യമം അല്ലെങ്കിൽ ഒരു ദൃശ്യമാധ്യമം എന്നുള്ള നിലയിലൊക്കെ നമുക്ക് സിനിമയെ കൊണ്ടുവന്നാൽ പോരെ? ഇനി അങ്ങനെ പൊതു എന്ന് പറയുന്ന വേറൊരു കാര്യം കൂടെ ഉണ്ട് അവിടെ. അങ്ങനെ പൊതു എന്ന് വിളിക്കപ്പെടുന്ന സിനിമകൾ യഥാർത്ഥത്തില് പൊതു സിനിമകളാണോ? അവിടെ വേറെ ചില സമൂഹങ്ങൾക്ക് ഒരു പ്രിവിലേജ് കിട്ടുന്നില്ലേ? അവർക്കൊരു അപ്പർ ഹാൻഡ് കിട്ടുന്നില്ലേ? അവരുടെ അതീശത്വ വ്യവഹാരങ്ങളെ അത്തരം സിനിമകൾ സഹായിക്കുകയും ഈ മുസ്ലിങ്ങളെ പോലുള്ള ആളുകളുടെ പാർശ്വവൽക്കരണത്തിന് ഈ മുഖ്യധാര മലയാള സിനിമ അടക്കമുള്ള സിനിമകൾ ഈ സിനിമയെ മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു രാഷ്ട്രീയം എന്ന് എനിക്ക് തോന്നുന്നത്, അതൊരു പ്രതിലോമ രാഷ്ട്രീയം എന്ന് പറയാം. അത് തോന്നുന്നത് എനിക്ക് ഈ സിനിമയില് മുസ്ലിമിനെ കാണിക്കുന്ന, മുസ്ലിം സിനിമയാണല്ലോ, മുസ്ലിം സിനിമ എടുക്കാൻ പോകുന്നു. അത് വരുമ്പം മുസ്ലിം സമൂഹം മുഴുവൻ പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണെന്നും ഇവരുടെ ഉള്ളിലേക്ക് വെളിച്ചം കടന്നു വന്നിട്ടില്ല എന്നും അതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ കോംപ്രമൈസ് ചെയ്ത് സിനിമ എടുക്കേണ്ടി വരുന്നതെന്നും ഒരു അറിയാതെ പറഞ്ഞു വെക്കുന്നുണ്ട്. അത് വാസ്തവ വിരുദ്ധമാണ്. കാരണം ഇത് മുസ്ലിം പൊതുസമൂഹത്തിലെ ഒരു ന്യൂനപക്ഷത്തിന് മാത്രമാണ്, അല്ലെങ്കിൽ ജമാഅത്ത് പോലെയുള്ള ന്യൂനപക്ഷത്തിന് മാത്രം സംഭവിക്കുന്ന പ്രശ്നമാണ് ഈ സിനിമ കാണിക്കുന്നത്. പക്ഷെ അതിനെപ്പറ്റി അറിയാത്ത ആളുകൾ, കാണികൾ ഒരുപക്ഷെ മൊത്തം മുസ്ലിമിനെയാണ് ഈ കണ്ണുകളിലൂടെ കാണുന്നത് എന്ന് പറയുന്ന ഒരു ദോഷം ഈ സിനിമയ്ക്കുണ്ട് എന്നാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം. നമ്മൾ ഈ സിനിമയുടെ ആദ്യ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ കഥാപാത്രങ്ങളെ കാണിക്കുന്നുണ്ടല്ലോ. അപ്പൊ ആദ്യന്തം കാണിക്കുന്ന കഥാപാത്രങ്ങളും ഒക്കെ തന്നെ അവര് കൃത്യമായിട്ടൊരു മതനിഷ്ഠമായ സംസാരങ്ങളാണ്. മാഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്, സലാം പറയുന്നു. ഇപ്പൊ തന്നെ ഈ സിനിമ റിലീസ് ചെയ്ത് മണിക്കൂറുകൾ പിന്നിടുമ്പോൾ തന്നെ ഇത് ഇസ്ലാമിക ബിംബങ്ങളെയും ഒക്കെ ഒളിച്ചു കൊടുത്തുന്ന, സലാം പറയുന്ന, മാഷാ അല്ലാഹ് പറയുന്ന ഒരു ജിഹാദി പരിസരത്ത് അണിയിച്ചൊരുക്കപ്പെട്ട സിനിമ എന്നുള്ള വിമർശം
ഈ സിനിമയെക്കുറിച്ച് ചില കോണുകളിൽ നിന്ന് വന്നു തുടങ്ങിയിരിക്കുന്നത്. അതിനെങ്ങനെ കാണുന്നു? അത് ഇവരുടെ ഈ പറയുന്ന ഒരു വിഭാഗത്തെ, അത് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നില്ല, മറ്റൊരു സംഘടനയുടെ മറ്റൊരു പേരാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ വളരെ വ്യക്തമാണ് അത് ഏതാണ് എന്നുള്ളത്, വളരെ വ്യക്തമാണ് എന്നുള്ളതാണ്. അപ്പം അവരുടെ ഒരു സംസ്കാരത്തിന്റെ ഒരു രീതിയാണ് അവർ പ്രകടിപ്പിക്കുന്നത്. അവരെവിടെയും സലാം കൊടുക്കുന്നു, അവര് ഇങ്ങനെയുള്ള ചില വാക്കുകൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഇത് വെച്ചുകൊണ്ട് എല്ലാ മുസ്ലിം നമ്മളിപ്പോ സോക്കോൾഡ് മെയിൻ സ്ട്രീം സിനിമ എന്ന് പറയുന്ന, അല്ലെങ്കിൽ പരക്കെ അംഗീകരിക്കപ്പെട്ട സിനിമകളിൽ ഇപ്പൊ നന്ദൻ എന്ന് പറഞ്ഞ സിനിമ എടുക്കുക, ഉടനീളം ഗുരുവായൂരപ്പൻ, അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ കഴിഞ്ഞൊരു 10 വർഷമായിട്ട് മലയാളത്തില് നമുക്ക് സിനിമയെ അങ്ങനെ സിനിമയുടെ കഥാപാത്രങ്ങളെയും കഥാപശ്ചാത്തലത്തെയും ജാതി തിരിഞ്ഞു പോകണമെന്ന് നിർബന്ധമാണെങ്കിൽ ക്രിസ്തീയ പശ്ചാത്തലത്തിൽ ഒരുക്കപ്പെട്ട സിനിമകൾ, പുരോഹിതന്മാര്, പള്ളിമേട, കുർബാന രംഗങ്ങൾ, മറ്റു കാര്യങ്ങളൊക്കെ. അപ്പൊ ഇവിടെ ഒന്നും തോന്നാത്തൊരു അസഹിഷ്ണുത ഈ സലാം പറയുമ്പോഴും ഇൻഷാല്ലാ പറയുമ്പോഴും ഒക്കെ ചില കോണുകൾക്ക് തോന്നുന്നുവെങ്കിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ കാലാവസ്ഥയിലെ മുസ്ലിം വെറിയുടെ, മുസ്ലിം അപരവൽക്കരണത്തിന്റെ ഒക്കെ ഒരു തുടർച്ച ആയിട്ട് നമുക്ക് അതിനെ വായിക്കേണ്ടി വരും, അല്ലേ? തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെയാണ് സിനിമയിൽ വന്നിരിക്കുന്ന, ഒരുപക്ഷെ ബോധപൂർവമായിരിക്കില്ല, ബോധപൂർവം അല്ലെങ്കിലും അതിനകത്ത് വന്നിരിക്കുന്ന ഒരു കുഴപ്പം ഈ പറയുന്ന ഒരു പ്രതിലോമ രാഷ്ട്രീയം മൊത്തമായിട്ടുള്ള ഒരു കേരള മുസ്ലിമിനെ മുൻനിർത്തുന്നു എന്ന് പറയുന്ന രീതിയിൽ തോന്നിച്ചേക്കാം. ഇവര് കേരളീയ മുസ്ലിം മുഴുവനും ഇങ്ങനെയാണ് എന്ന ഒരു തോന്നൽ ഉണ്ടാക്കിയേക്കാം. ഇതിനുള്ളിൽ അത് കൃത്യമായിട്ട് ഏതെങ്കിലും ഒരു സംഘടനയുടെ പേരൊന്നും ഇതിനകത്ത് പറഞ്ഞു പോകാത്തത് കൊണ്ട് എല്ലാ മുസ്ലിമും ഇങ്ങനെയാണ് എന്ന് വായിക്കാൻ, വെളിയിലുള്ള കേരളത്തിന് വെളിയിലുള്ള പ്രേക്ഷകനെ സംബന്ധിച്ചോളം ഒരു മെയിൻ സ്ട്രീം മുസ്ലിം ലൈഫ് ഇത് ഈ സിനിമയുടെ ലൈഫുമായിട്ട് അവൻ തെറ്റിദ്ധരിക്കാൻ സാധിക്കും. അപ്പൊ എന്തായാലും സിനിമയുടെ രാഷ്ട്രീയത്തെ കുറിച്ചൊക്കെ നമ്മൾ ഏറെക്കുറെയൊക്കെ സംസാരിച്ചു കഴിഞ്ഞു. ഇനി അതിന്റെ സിനിമാ വശങ്ങളിലേക്ക് കൂടി കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. സിനിമ, ഞാൻ പറഞ്ഞില്ല, ആദ്യ രംഗങ്ങളിലൊക്കെ വളരെ നല്ല മനോഹരമായിട്ടുള്ള രംഗങ്ങളിലൂടെ ഒരു വലിയൊരു രാഷ്ട്രീയം ചർച്ച ചെയ്യാനായിട്ട് പോകുന്നു എന്നുള്ള ഒരു പ്രതീതി ജനിപ്പിച്ചു. അല്ല, തീർച്ചയായിട്ടും രാഷ്ട്രീയം സംസാരിക്കുന്നുണ്ട്. പെട്ടെന്ന് സിനിമയ്ക്കകത്ത സിനിമ അല്ലെങ്കിൽ സിനിമയ്ക്കകത്ത ജീവിതം എന്ന് ഞാൻ അതിനെ വിളിക്കുകയാണ്. അങ്ങനെയുള്ളതിലേക്ക് പോകുന്നതോടുകൂടി സിനിമയുടെ ഫോക്കസ് വൈയക്തിക ബന്ധങ്ങളിലേക്ക്, പ്രത്യേകിച്ച് 2 ദാമ്പത്യങ്ങളിലേക്ക് പോവുകയും അങ്ങനെ ആ ദാമ്പത്യങ്ങളുടെ മാനസികമായിട്ടുള്ള അല്ലെങ്കിൽ മനഃശാസ്ത്രപരവും ഒക്കെ ആയിട്ടുള്ള തലങ്ങളിലേക്ക് സിനിമ വ്യാപരിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അങ്ങനെ സിനിമയുടെ ഫോക്കസ് നഷ്ടപ്പെടുകയും കഥാപാത്രങ്ങളുടെ ഒരു പൂർണ്ണത ഇല്ലായ്മ അവിടെ വരികയൊക്കെ ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്, ഒരു കല്ലുകടിയായിട്ട്, ഒരു സത്രമായിട്ട്. തീർച്ചയായിട്ടും അങ്ങനെ ചില കാര്യങ്ങൾ വരുന്നുണ്ട്. അതോടൊപ്പം ജീവിതം കടന്നു വരുകയും അതിനകത്ത് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുകയും, പക്ഷെ അതുകൊണ്ടുള്ളൊരു ഗുണം കുറെ സ്ത്രീപക്ഷ ചിന്തകൾ ഇവിടെ നിന്നും ഒരു മതത്തിനുള്ളിൽ നിന്ന് പോലും വളരെ കൃത്യമായിട്ടുള്ള ശബ്ദങ്ങൾ ഉയരുമെന്ന് അതുകൊണ്ട് പറയാൻ പറ്റുന്നുണ്ട്. സിനിമ പറയുന്നതല്ലാതെ അതിനകത്ത് ജീവിതം കൊണ്ട് പറയാനായിട്ട് പറ്റുന്ന ചില അവസരങ്ങൾ അതിനകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു നല്ല വശമുണ്ടെങ്കിലും അതോടൊപ്പം തന്നെ ഈ പറയുന്ന സിനിമയുടെ ഒരു മൂല്യം എന്ന് പറയുന്ന അതിലേക്ക് നോക്കുമ്പോൾ അതിന് ചില വീഴ്ചകളായിട്ടാണ് തോന്നുന്നത്. അതുപോലെ തന്നെ ആണ് സിനിമയില് പലയിടത്തും നമുക്ക് സിനിമയാണെന്ന് തോന്നിക്കാത്ത, നാടകമാണെന്ന് തോന്നിപ്പിക്കുന്ന പല ഭാഗങ്ങളും കടന്നു വരുന്നു എന്നാണ് തോന്നുന്നത്. പിന്നെ നമുക്ക് സിനിമയിൽ നമ്മുടെ നടന്മാരെ കുറിച്ചൊക്കെ സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു മിക്കവാറും എല്ലാ നടന്മാരും വളരെ നല്ല അഭിനയമാണ്. പ്രത്യേകിച്ച് എന്നെ ഏറ്റവും വിസ്മയിപ്പിക്കുന്ന ഒരു നടനെ എടുത്ത കാലത്തായിട്ട് ഷറഫുദ്ദീനാണ്. കാരണം കുറച്ചു മുമ്പാണ് അദ്ദേഹത്തെ വരത്തൻ എന്നുള്ള സിനിമയിൽ വലിയ ക്രൗര്യമുള്ള, അല്ലെ, വെറുക്കപ്പെടുന്ന ഒരു വില്ലനായിട്ട് നമ്മൾ കണ്ടു. ഇപ്പോ അഞ്ചാം പാതിരയിൽ സൈക്കോ ആയിട്ട്, ഏറെക്കുറെ സൈക്കോ ആയിട്ട് കണ്ടത്. ഇപ്പൊ നമ്മൾ വളരെ എന്താ പറയുന്നത്, ഈ സിനിമയ്ക്ക് ഇണങ്ങുന്ന ഒരു കഥാപാത്രമായിട്ട്, വളരെ ജെന്റിലായിട്ടുള്ള, വളരെ നിഷ്കളങ്കനായിട്ടുള്ള ഒരു കഥാപാത്രമായിട്ട് കാണുന്നു. പതിവ് പോലെ ജോജു, അദ്ദേഹം കഴിവ് തെളിച്ച നടനാണ്. അദ്ദേഹത്തിന്റെ പ്രതിഭ ഈ സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. പക്ഷെ എനിക്കൊരു ദുഃഖം തോന്നിയത് ഈ സക്കറിയുടെ ആദ്യ സിനിമയുടെ വിജയത്തിന് തന്നെ വലിയ കാരണമായി തീർന്ന, അതിൽ നായകവേഷം ചെയ്ത സൗബിൻ ഷാഹിറിനെ വളരെ പരിഹാസ്യമായൊരു വേഷത്തിൽ, അതെ അല്ലെ, സൗബിൻ ഷാഹിറിന് അങ്ങനത്തെ ഒരു കഥാപാത്രത്തെ കൊടുക്കേണ്ടിയിരുന്നോ എന്ന് പോലും ഒരു തരം പരിഹസിക്കപ്പെടുന്ന ഒരു കഥാപാത്രം. മാത്രമല്ല, ഈ ഇതിനു മുമ്പ് സൗബിൻ എന്താ പറയുന്ന ട്രാൻസ് എന്ന സിനിമയിൽ മിസ്കാസ്റ്റ് ചെയ്യപ്പെട്ടു. ഇതില് വേണ്ടാത്തൊരു രംഗം, കടപ്പാടുണ്ടെങ്കിൽ വേറെ നല്ല വേഷം ചെയ്യണം, അല്ലെങ്കിൽ വേഷവല്ലി കൊടുക്കാതിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ സക്കറിയ ഒരു റിബലാണെന്ന് സൂചിപ്പിക്കുന്നു. അല്ലെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, സക്കറിയക്കെതിരെ വന്ന ഒരു ഇഷ്യൂവിന്, അതായത് ഒരു ജിഹാദി, സോക്കോൾഡ് ജിഹാദി ഫിൽം മേക്കേഴ്സിന്റെ ഒരു സംഘടന ഇവിടെ ഉണ്ടെന്നും അവര് ജിഹാദി പ്രൊപ്പഗാൻഡയുടെ ഭാഗമായിട്ട് സിനിമകൾ നിർമ്മിക്കാനായിട്ട്, അത് ജമാഅത്ത് ഇസ്ലാമിയാണ് അതിന്റെ പിന്നണിയിൽ നിന്നൊക്കെ വരുമ്പോൾ ആ ഇഷ്യൂവിനെ ഒക്കെ സിനിമ അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ തന്നെ
ഈ അടുത്ത കാലത്തായിട്ട് സിനിമയ്ക്കുള്ളിൽ WCC ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് വലിയ വിപ്ലവം മുഴക്കിയ പാർവതിക്ക് ഒരു 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 പ്രധാനപ്പെട്ട ഒരു അതിഥി റോള് നൽകിക്കൊണ്ട് അവിടെയും ചില സന്ദേശങ്ങൾ അല്ലെങ്കിൽ കൃത്യമായിട്ട് ചെറിയ ചുവരെഴുത്ത് സക്കറിയ നടത്തുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. അതുപോലെ തന്നെ പാർവതിയുടെ ഹസീന എന്ന് പറഞ്ഞ ട്രെയിനർ, അവൾ ആദ്യം തന്നെ വന്നിട്ട് ഒരു വലിയ ഒരു മീൻ ശബ്ദം മുഴുക്കുകയാണ്. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, എന്താ പറയുന്നത്, എൻ്റെ വാപ്പ ഒരു മീൻകാരനായിരുന്നു, അവിടെ നിന്ന് കിട്ടിയതാണ്. അപ്പൊ ഇങ്ങനെ ഒരു വർക്കിംഗ് ക്ലാസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ ഈ കലയുടെ ലോകത്തേക്ക് ഒരു സ്ത്രീക്ക്, ഒരു കലാകാരിക്കൊക്കെ ഇങ്ങനെ എംപവേർഡ് ആയിട്ട് മാറാം എന്നുള്ള ഒരു സന്ദേശമാക്കി. മാത്രമല്ല ഇവിടെ സിനിമയിൽ പലയിടത്തും വേഷം എന്ന് പറയുന്നത് വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് വേഷം ഉപയോഗിച്ചിരിക്കുന്നത്. സ്ലിറ്റില്ലാത്ത ചുരിദാറാണ്, കൂട്ടിയടിച്ച ചുരിദാറാണ് അതിനകത്ത് മുസ്ലിം കഥാപാത്രങ്ങൾക്ക് മുഴുവനായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇടയ്ക്ക് ഈ പറയുന്ന ഷെരീഫിന്റെ ഭാര്യയായിട്ടുള്ള സുഹറ മാത്രമാണ് തലയിൽ ചില സമയത്ത് ഷോള് കഴുത്തിൽ മാത്രമായിട്ട് ഇടുന്ന ഒന്നോ രണ്ടോ സീനുകളൊക്കെ വരുന്നുള്ളൂ. പക്ഷെ ഹസീന എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഇവര് ട്രെയിനറായിട്ട് വരുന്ന സമയത്ത് ഹസീനയുടേതായ ഒരു ട്രെയിനർക്ക് വേണ്ട എന്നോ അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിനുള്ള ഒരു വേഷം, അവരുടെ ഇഷ്ടത്തിനുള്ള ഹെയർ സ്റ്റൈൽ, അതെ, ആ രീതിയിലാണ്. അതായത് ഒരു സ്ത്രീയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഈ മതത്തിനുള്ളിലോ പുരുഷന്റെ ഉള്ളിലോ നിൽക്കുന്നതല്ല എന്ന് കാണിക്കുന്ന കൂടിയുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ഹസീനയുടെ, പാർവതി തിരുവോത്തിന്റെ കഥാപാത്രത്തിലുള്ള. അപ്പോൾ ഏതായാലും സിനിമയുടെ പ്രത്യേകിച്ച് രാഷ്ട്രീയ വായനയ്ക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് അപ്പോൾ ആ തലത്തിലുള്ള കുറേയധികം കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു. സിനിമ സാങ്കേതികമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു വളരെ ചെറിയ ബഡ്ജറ്റിലെടുത്ത വളരെ സാധാരണ സിനിമയാണ്, ഒന്ന് കണ്ടിരിക്കാം. തീർച്ചയായിട്ടും വളരെ പ്രസക്തമായിട്ടുള്ള ചില വിഷയങ്ങളൊക്കെ സംസാരിക്കുവാനോ അല്ലെങ്കിൽ അതിനെ പ്രശ്നവൽക്കരിക്കാനോ പ്രമേയ പരിസരത്ത് എത്തിക്കുവാനോ സക്കറിയയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇത് സംബന്ധിച്ച ധാരാളം വിമർശനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഈ സിനിമ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടും. സിനിമ എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയിട്ടുള്ളത് ചില നല്ല സന്ദേശങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ തന്നെ ചില വിപത്ത് സന്ദേശങ്ങൾ, വളരെ നെഗറ്റീവായിട്ടുള്ള ചില മെസ്സേജുകളോ അല്ലെങ്കിൽ ആ അർത്ഥത്തിലേക്ക് സിനിമ പോകുന്നുണ്ടോ എന്നുള്ള സംശയം ജനിപ്പിക്കുന്നുണ്ട് എന്നെ സംബന്ധിച്ചുള്ള. എന്തായാലും ഈ സിനിമയെക്കുറിച്ച് പ്രത്യേകിച്ച് അത് കൈകാര്യം ചെയ്ത ഒരു സ്ത്രീപക്ഷ അല്ലെങ്കിൽ എന്താ പറയുന്നത് വിമൻ ഇൻ ഇസ്ലാമിക് പേട്രിയാർക്കി എന്ന വിഷയത്തിൽ വളരെ ആധികാരികവും വളരെ സുവ്യക്തവുമായിട്ട് ഉള്ള ചില അനുഭവങ്ങളും ചില അഭിപ്രായങ്ങളും ഒക്കെ പങ്കുവയ്ക്കാൻ ശ്രീ മൈന മൊയ്ബാൻ എത്തി. വളരെ സന്തോഷമുള്ള കാര്യമാണ്. മൈന, വളരെ നന്ദി. ഏതായാലും നിങ്ങൾ സിനിമ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് ഇടുക. തീർച്ചയായിട്ടും നമുക്ക് വരും ദിവസങ്ങളിൽ സിനിമയെക്കുറിച്ച് മാത്രമല്ല സിനിമ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ച വിഷയങ്ങളെക്കുറിച്ച് തുടർ ചർച്ചകൾ ഉണ്ടാവട്ടെ. പരിവർത്തനങ്ങൾ സമൂഹത്തിൽ വരട്ടെ, സിനിമയിൽ വരട്ടെ, ഇസ്ലാമിക സമൂഹത്തിൽ വരട്ടെ എന്ന് ആശംസിക്കുന്നു അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നു. നന്ദി.